വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിലുള്ള സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. കർത്താവ് എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നപ്പ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ബലപ്പെട്ട് മുന്നോട്ട് പോകുന്നല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇന്നലെ നമ്മൾ കേട്ട കുറച്ച് പദങ്ങൾ ഉണ്ടായിരുന്നു. എന്താന്നുള്ളത് ഓർമ്മയുള്ള ഒരാളെന്ന് പറയാമോ? ഇന്നലെ നമ്മൾ കേട്ടത് എന്തൊക്കെയാന്നുള്ളത്, നമ്മൾ വചനത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, ഇന്നലെ ധ്യാനിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കൊണ്ടുവരണം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. രണ്ടാമത് നമ്മൾ എന്താ കേട്ടത്? പല പ്രാവശ്യം പറയുക. നമ്മളോട് തന്നെ നമ്മൾ പറയുക. നമ്മൾ ദിവസവും നമ്മളോട് തന്നെ പറയുക. വിശ്വസിച്ചിട്ട് പറയുക അല്ല, പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. കേട്ടോണം, നമ്മൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടായി വരികയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ പിന്നെയും തുടർമാനമായി കർത്താവിന്റെ വചനം കേൾക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം നമുക്ക് കേൾക്കാം. ഇന്നലെ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരോട് യേശു സംസാരിച്ച വാക്യതാണ്. യോഹന്നാനോരോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഞങ്ങൾ കണ്ടു, അവൻ നമ്മെ അനുഗമിക്കാകയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണേ, ഞങ്ങൾ അവനെ വിരോധിച്ചു. ഇവിടെ എപ്പോഴും ഓർത്തണം, ബൈബിൾ ഇങ്ങനെ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ അതിലിങ്ങനെ തുടർച്ചയായിട്ടാണ് പോകുന്നത്. പലപ്പോഴും ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം ഒരു വാക്യം ഒരു സ്ഥലത്തു നിന്നെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം പെറുക്കിയെടുത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നു. ആമേൻ. എന്നാൽ ഈ വചനം തുടക്കം മുതലേ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സൗഖ്യം നടന്നില്ല. രണ്ടാമത്, യേശുവിന്റെ നാമത്തിൽ ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇത് കണ്ടതിന് ശേഷം യേശു അവരോട് മറുപടി പറയുകയാണ്. നമ്മൾ പറയുന്നത് പോലെ മറ്റു വാക്യത്തിൽ പറഞ്ഞ ഒടുക്കത്തെ നാളെ ഞാൻ അവനെ അറിയുന്നില്ല. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, അതിന് യേശു അവരോട്, അവനെ വിരോധിക്കരുത്. എന്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ ദുഷിച്ചു പറയുവാൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലല്ലോ. നിങ്ങൾ ക്രിസ്തുവിലുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടാതിരിപ്പിക്കത്തില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നോക്കിക്കോണം. അപ്പൊ ഇവിടെ വചനത്തിൽ പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ പലപ്പോഴും ഈ ഒത്തിരി ആൾക്കാരുടെ പരാതിയുണ്ട്. ബ്രദറെ, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടി, പക്ഷെ സഭയിൽ എന്നെ ആരും മാനിച്ചില്ല. എന്റെ ഉപദേശം അല്ലെങ്കിൽ എന്റെ ബ്രദറോ പാസ്റ്ററോ അല്ലെങ്കിൽ പുരോഹിതനോ എന്നെ എന്ത് ചെയ്തില്ല? മാനിച്ചില്ല. പലരും എന്നെ എന്ത് ചെയ്തിട്ടില്ല? എന്നെ മാനിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി തീർന്നു. പലരും പരാതി പറയും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ മനുഷ്യന്റെ പ്രശംസ നോക്കരുത്. മനുഷ്യൻ പ്രശംസിച്ചാൽ നല്ലത്. ഇപ്പൊ ഒരു മനുഷ്യൻ പറയുവാണ്, സഹോദര, ആ ചെയ്ത കാര്യം നല്ലായിരുന്നു കേട്ടോ എന്ന് പറയുവാണ് നല്ലത്. പക്ഷെ അവന്റെ പ്രശംസയ്ക്ക് വേണ്ടി നിൽക്കരുതേ. കാര്യം ഈ ലോകത്തിന്റെ പ്രൗഢിയിലോ പ്രശംസയിലോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് പല ആൾക്കാരുടെ ജീവിതത്തിൽ ഇടർച്ചകൾ ഉണ്ടായി.
പലരും അത് നിമിത്തം സഭകൾ വിട്ടവരെ എനിക്കറിയാം, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. കാര്യം ഞാൻ ഒത്തിരി ഓടിയിട്ട് പോലും ആരും എന്നെ എന്ത് ചെയ്തില്ല, ഒന്നും അപ്രിഷ്യേറ്റ് ചെയ്യും, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദുഃഖമായി തീർന്നു. അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഞാൻ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നില്ല, വിശ്വാസത്തിൽ. അങ്ങനെ ഒത്തിരി പേര് പിന്മാറിപ്പോയവർ വരെയുണ്ട്. ശ്രദ്ധിച്ചോണേ, മനുഷ്യന്റെ പ്രശംസയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ഓടേണ്ടത്. പകരം കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളിൽ നടക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ ദൈവം നമുക്ക് പ്രതിഫലം തരും. അടുത്ത ഭാഗം നോക്കണം. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് നല്ലത്. വലിയൊരു കഠിനമായ ഒരു വാക്ക് യേശു പറയുകയാണ്. ഒരു വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നവര്, വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് അതിന്റെ 4 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. നിന്റെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് നമ്മൾ മാതൃകയായിരിക്കണം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവ ശ്രദ്ധിച്ചു കൊള്ളുക. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നീ രക്ഷിക്കും. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞൊരു അനുഭവമല്ല. അതാണ് യേശു പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടെങ്കിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല കർത്താവ് പറയുന്നത്, അത്രയും സീരിയസ് ആയിട്ട് യേശു പറയുക. ഒരു വിശ്വാസി മറ്റൊരു വ്യക്തിക്ക് ഉപദ്രവകാരിയായി തീരുക, നിങ്ങൾ നിമിത്തം മറ്റൊരു വിശ്വാസി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസികളുടെ പ്രത്യേകിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് മൊത്തം ഒരൊറ്റ ചിന്തയാണ്, എൻ്റെ സഭ, എൻ്റെ കുടുംബം, എൻ്റെ ഇത്, ഈ എൻ്റെ കയറി വരും. ഏറ്റവും വലിയൊരു അപകടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം സ്നേഹികളായിട്ട് മാറും. യേശു പഠിപ്പിച്ചത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്വയം സ്നേഹം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അപ്പം ഒരു ചെറിയ ഒരു വ്യക്തിക്ക് നമ്മളെ നിമിത്തം ഇടർച്ച വന്നാൽ തമ്പുരാൻ പറയാം, അങ്ങനെ ഇടർച്ച വന്നാൽ സോറി പറയുവല്ല, പകരം കർത്താവ് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് പറയും, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുമല്ല, വലിയൊരു കല്ലെടുത്തിട്ട് അവന്റെ കഴുത്തെ കെട്ടിയിട്ട് അവനെ കടലിൽ കൊണ്ടുവിടുക. അതിൻ്റെ അർത്ഥം അവൻ അങ്ങനെ ചെയ്യുന്നതാണ് അവനേറെ നല്ലതെന്ന് യേശു പറയുക. അപ്പൊ നല്ല ചോദിക്കുക, എന്തോരം സീരിയസ് ആയിട്ട് യേശു മറ്റുള്ള വിശ്വാസികൾ, നമ്മുടെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാകണം. കണ്ടോ, നിങ്ങൾ വാക്ക് നിമിത്തം മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഉപദ്രവകാരിയാകരുത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പം നമുക്ക് പലതരം ആളുകളാണ് വരുന്നത്, പലതരം ആളുകൾ. നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹമുണ്ട്. ഞാൻ ഇത് 2 കാര്യം പറഞ്ഞിട്ട് നേരെ മർക്കോസിലേക്ക് മടങ്ങി വരാവേ. ഒന്ന്, നിന്റെ വാക്കില്, നടപ്പില്, വിശ്വാസത്തില്, സ്നേഹത്തില് നീ മറ്റുള്ളവർക്ക് മാതൃകയാകണം. കണ്ടോ, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ജോലി സ്ഥലത്ത് ഇങ്ങനെ അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മറ്റു രാജ്യത്തുള്ള ഒരു വ്യക്തിയാണ്, ഇന്ത്യക്കാരനല്ല. അപ്പം ആ വ്യക്തിയെ പറ്റി മറ്റൊരാൾ പറയുക, അയാൾ ഭയങ്കര മഹാകള്ളന, പണി ചെയ്യത്തില്ല, ഭയങ്കര എന്താ പറയുക, പറ്റീര് പണി ചെയ്യുന്നയാൾ. അപ്പൊ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചപ്പം ഇദ്ദേഹം സുവിശേഷം പറയുന്നയാളാണ്, ഭയങ്കര സുവിശേഷകനാണ്, ശുശ്രൂഷകനാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർത്തു, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കുറ്റം പറയുവാൻ ഇടവരുത്. ശരിക്കും അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ ഒരു ലേസി ആയിട്ടുള്ള മനുഷ്യനാണ്. പലരും പറയുന്നുണ്ട് അദ്ദേഹം ഒരു മടിയുള്ള മനുഷ്യനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവനെ, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ പോലും, നിങ്ങളൊരു ജോലി സ്ഥാപനത്തിലാണെങ്കിൽ പോലും നിങ്ങൾ കൂടെയുള്ളവർ പറയുക, അവരൊന്നും നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ മാത്രം എന്തിനാണ് നന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മളെ ദൈവം അവിടെ ആക്കി വെച്ചതാണ്. ഒരു ചെറിയ ജോലി ആയിക്കോട്ടെ, വലിയ ജോലി ആയിക്കോട്ടെ, പാർട്ട് ടൈം ആയിക്കോട്ടെ, ഫുൾ ടൈം ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തെങ്കിലും, ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചതാണ്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അവിടെ കൊടുക്കുക.
നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയുമ്പോൾ അവൻ പ്രാർത്ഥനക്കാരനായതുകൊണ്ട് നമ്മളെപ്പറ്റി രണ്ടും കൂടെ കൂടുതൽ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ നിങ്ങളുടെ മാക്സിമം കൊടുക്കുവാന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറയുന്നവരുണ്ടായിരിക്കും, പോട്ടെ 100 പേരുണ്ടെങ്കിൽ ഒരു 50 പേര് നമ്മളെ എന്ത് ചെയ്യും, അനുകൂലിച്ച് പറയും. അപ്പൊ നമ്മുടെ വാക്കില്, നമ്മുടെ വിശ്വാസത്തില് മറ്റുള്ളവർക്ക് നമ്മൾ, അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, അദ്ദേഹം ശുശ്രൂഷകനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർ ഒന്നും കൂടെ അതൊക്കെ ഇവൻ പ്രാർത്ഥനക്കാരനും കൂടെ ആണോ എന്ന് എന്ത് ചെയ്തേനെ, അതും കൂടെ ആൾക്കാർ പറയും, ഉറപ്പായിട്ട് അവർ പറയും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മാതൃകയാകണം. നിങ്ങളുടെ വാക്ക് പൊട്ടച്ചൊല്ലും കളിവാക്കുകളും ആകരുത്. നിങ്ങളുടെ വാക്ക്, നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ വ്യക്തിക്ക് യേശുവിനെ കാണുവാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. കണ്ടോ, നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് വിശ്വാസികൾ ഒരു 90% ആളുകളുടെയും പ്രത്യേകത, അവര് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു രൂപം, ലോകത്തിലോട്ട് പോകും മറ്റൊരു രൂപം. ശ്രദ്ധിച്ചോണെ, നമ്മളിലൂടെ യേശു ആഗ്രഹിക്കുന്നത് അനേകര് വർണ്ണം. ഞാൻ താഴേക്ക് വരുമ്പോൾ പറഞ്ഞു തരാം. അതിന് പൗലോസ്ലീഗ് ഒരു ഉദാഹരണം പറയുകയാണ്. ഞാൻ വരുവോളം നീ ആദ്യം ചെയ്യേണ്ടത് വായന, ബൈബിള് വായിക്കണം. 2, പ്രബോധനം. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രബോധനം എന്ന് പറഞ്ഞാൽ ആ വചനത്തിന്റെ കറക്റ്റായിട്ടുള്ള വ്യാഖ്യാനത്തിൽ നിൽക്കണം. ഇപ്പൊ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, പല ആൾക്കാരും പറയും, ബദറെ രോഗികളുടെ മേൽ കൈവച്ചാൽ തിരിച്ചടി കിട്ടും. ഇതൊരു തെറ്റായ പ്രബോധനമാണ്. കണ്ടോ, വചനത്തെ തെറ്റായ രീതിയിൽ, വചനം അറിയാം പക്ഷെ അതിനെ തെറ്റായ രീതിയിൽ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ പ്രബോധനം. അടുത്തത് ഉപദേശം. ഞാൻ ആരാണ് ക്രിസ്തുവിൽ എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരിക്കണം. ആമേൻ. നമ്മൾ പ്രാർത്ഥനാ സ്ഥലത്ത് ഇപ്പൊ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ നിൽക്കുമ്പം അവിടെ പല പല പാർട്ടികൾ കാണുമല്ലോ. അപ്പൊ പാർട്ടിയിലേക്ക് പോകുമ്പം എന്ത് ചെയ്യും, നമ്മൾ അവരുടെ കൂടെ പോയി, നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ കൂടെ പോരുത്. അവരുടെ പോരെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിയിലും പങ്കെടുക്കുന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അവർ മദ്യപിക്കുമ്പോൾ നിങ്ങളും മദ്യപിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അവർ പൊട്ടച്ചെല്ലും കളിവാക്കും പറയും, ആ കൂട്ടത്തിൽ പോരുന്ന് പറയുന്നവരുണ്ട്. നമ്മൾ വ്യത്യസ്തരാണേ. നമുക്കൊരു ഉപദേശമുണ്ട്. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള, മത്തായി എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യൻ ചുങ്കക്കാരനായിരുന്നു. നോക്കിക്കേ, കർത്താവിലേക്ക് വന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ചുങ്കപ്പിരിവും ഫുൾ ടൈം ആയിട്ട് മിനിസ്ട്രി നല്ല അദ്ദേഹം പോയത്. പകരം അദ്ദേഹം വിട്ടേച്ച്, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ്. സക്കായി പറഞ്ഞല്ലോ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങിയവനാ. അപ്പൊ അത് മനസ്സിലായി, മത്തായിക്ക് മനസ്സിലായി ഇത് ശരിയല്ല. അദ്ദേഹം ആ കൂട്ടുകാരിൽ നിന്നും വിട്ടുപോയി. ആ കൂട്ടുകെട്ട് തന്നെ താൻ ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഹല്ലേലൂയ. അപ്പൊ ചിലർ പറയും, ബ്രദറെ എന്റെ ജോലി അങ്ങനത്തെ ജോലി. പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ദൈവഹിതമല്ലാത്ത ജോലികൾ ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണം. കണ്ടോ, ദൈവത്തിന് അറിയത്തില്ലേ ഏറ്റവും നല്ല ജോലി തരാൻ പറ്റും. അടുത്ത വാക്യം, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ നിന്റെ അകത്തുള്ള പ്രവചനത്താൽ നിനക്ക് ലഭിച്ച് നിന്റെ കൃപാവരത്തെ നീ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നമ്മൾ മറ്റൊരു വാക്യത്തിൽ കേട്ടായിരുന്നു, അതിനെ ജ്വലിപ്പിക്കണം. കണ്ടോ, കൃപാവരത്തെ ജ്വലിപ്പിക്കണം. തീമോഥെയോസിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ, ജ്വലിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിന്റെ അഭിവൃദ്ധി. 2 തിമോഥെയോസ് 1:6 എടുത്തേക്കല്ല, 2 തിമോഥെയോസ് 1:6 വാക്യം. സഹോദരങ്ങൾ, ആ വാക്യം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചാടി നിങ്ങൾ ആ വചനമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഉപകാരമാണത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാണാപ്പാടം നിങ്ങൾക്ക് ദൈവം വചനം തന്നതുകൊണ്ട് സ്തോത്രം. ആമേൻ. നോക്കിയേ, അപ്പൊ നമ്മൾക്ക് പൗലോസ്ലിക പറയാണ് നമ്മുടെ അഭിവൃദ്ധി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കൃപാവരങ്ങൾ നിങ്ങൾ ജ്വലിപ്പിച്ചാൽ നിങ്ങൾ അഭിവൃദ്ധിയുള്ളവരായിത്തീരും, എസ്റ്റാബ്ലിഷ് ആയിത്തീരും. നോക്കിക്കേ, എസ്റ്റാബ്ലിഷ് ആയിത്തീരും എന്ന വാക്ക്, അതായത് എന്തിനാ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആകുന്നത്? ഇപ്പൊ നിങ്ങളുടെ അകത്ത് ഒരു കൃപാവരം ജ്വലിച്ചു. അപ്പൊ പൗലോസ്ലിക പറയും, നിന്റെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്യണം? ആ വാക്ക് കൊണ്ടോ, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്നിലെ അഭിവൃദ്ധിക്ക്, നോക്കിക്കേ, നിന്റെ അഭിവൃദ്ധിക്ക് പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. പലപ്പോഴും നമ്മളെ ചിലർ പറയും, ശുശ്രൂഷ കഴിയുമ്പോഴേക്കും, ഞാൻ നിങ്ങൾ എപ്പോഴും പറഞ്ഞു, ഒരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ അഭിവൃദ്ധി പറഞ്ഞിട്ട് അങ്ങോട്ട് വരാവേ. നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരത്തെ നിങ്ങൾ നോക്കി, അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കണം. കണ്ടോ, ഫാൻ ഇൻടു ഫ്ലെയിം. നിങ്ങൾ ആ കൃപാവരത്തെ ജ്വലിപ്പിക്കണം. എന്തിനാ കൃപാവരം ജ്വലിപ്പിക്കുന്ന അറിയാവോ? ഒന്ന്, നിങ്ങളുടെ അഭിവൃദ്ധി എല്ലാവരും പ്രസിദ്ധമാകണം. ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഞാനൊരു വിശ്വാസിയാ കേട്ടോ, ഞാനൊരു പ്രാർത്ഥനക്കാരനാ കേട്ടോ, എന്നാ ഗുണം?
എന്നാ അവൻ ജാതികൾക്ക് എന്താ ഗുണം? നിങ്ങളൊരു പ്രാർത്ഥനക്കാരനായതുകൊണ്ട് എന്താ ഗുണം? എന്താ അവർക്ക് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. പകരം നിങ്ങൾ കൃപാവരത്തെ ജ്വലിപ്പിച്ചാൽ, ഞാനൊരു വിശ്വാസിയാ കേട്ടോ, അതുകൊണ്ട് എന്താ എനിക്ക് എന്താ ഗുണം? നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന വിഷയമില്ലേ, എന്റെ അകത്ത് കൃപാവരം ഉണ്ട്, യേശു തന്നിട്ടുണ്ട്. എന്താ കൃപാവരം? നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ 9 കൃപാവരം ഉണ്ട് നമുക്കല്ലേ. ആ കൃപാവരത്തിന്റെ ഭാഗം എവിടെയാ? കൊരിന്ത്യർക്ക് ലേഖനം 12-ാം ഭാഗത്തിൽ പറയുന്ന കൃപാവരം 9 കൃപാവരം ഉണ്ട്. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, അത്ഭുതത്തിന്റെ വരം, രോഗശാന്തിയുടെ വരം, വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ്, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, സ്പിരിറ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. ഇങ്ങനെ 9 കൃപാവരം ഉണ്ട്. ഈ 9 കൃപാവരം ജ്വലിപ്പിച്ചാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അനേകരെ സഹായിക്കാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ അഭിവൃദ്ധി എല്ലാവരും അറിയും. കണ്ടോ, നിങ്ങളൊരു വീട്ടിൽ വന്നാൽ അയൽവക്കക്കാരൻ പറയും, നമുക്ക് അവരുടെ വീട്ടിൽ പോന്ന് പ്രാർത്ഥിക്കാന്നേ. കണ്ടോ, ആ വീട്ടിൽ പോന്ന് പ്രാർത്ഥിക്കാൻ കൃപാവരം ജ്വലിച്ച പൗലോസ് പറയാണ്, നിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമാകും. ഞാനിനി നേരെ മർക്കോസിലോട്ട് വരാവേ. യേശു പറയും, എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്ത് കടലിൽ, അവന്റെ കല്ല് കെട്ടി കടലിൽ കൊണ്ടുവരണം. അടുത്തത്, അത്രയ്ക്കും ദേഷ്യത്തോടെ യേശു പറയുന്നുണ്ടോ, ഒരു വിശ്വാസി മറ്റുള്ളവനെ ഉപദ്രവകാരിയാകരുത്. ഒരു വിശ്വാസി മറ്റുള്ളവരുടെ കുറ്റം, പൗണ്ടോട്ട് ഞാൻ പലപ്പോഴും കണ്ടോണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്നത് സുവിശേഷ വിരോധികളല്ല, വിശ്വാസികൾ. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. ചിലരോട് പറയും, അതേ കണ്ടോ അവരൊക്കെ പറയുന്നുണ്ട് ശരി, ഇതിനകത്തൊരു ശരിയില്ലേ, ഇനി ശരി ഉണ്ടെന്നിരിക്കട്ടെ, ശരി ഉണ്ടെന്ന് ആ ദൈവദാസന് തെറ്റ് ചെയ്തിരിക്കട്ടെ, ആ വിശ്വാസിക്ക് ഒരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ നിങ്ങളുടെ കൂടപ്പിറപ്പായ സഹോദരനോ സഹോദരിക്കോ മക്കൾക്കോ ഭർത്താവിനോ ഒരു വിഷയം വന്നാൽ ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് ഇവരെ കുറ്റം പറയുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ എന്ന് പറയണം എന്നോട്, പ്രാർത്ഥിക്കാൻ. അതെന്തുകൊണ്ടാ പറയാത്തത്? സ്വന്തമായത് കൊണ്ടല്ലേ. കണ്ടോ, ഇതാണ് യേശു പറഞ്ഞത്, സ്വന്തമെന്ന് നമുക്ക് ബോധ്യം വരണം. രക്ഷിക്കപ്പെട്ട വിശ്വാസി ഏത് സഭയിൽ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്റെ സഭ അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പ്രിയരെ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 2, യേശുവിനെ അറിയാത്ത വ്യക്തിയെ കാണുമ്പോഴേക്കും നിങ്ങൾ അന്ന് മുഖം മറച്ചു പോകരുത്. അവനെ നേടാൻ വേണ്ടിയാണ് കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. കണ്ടോ, കൃപാവരങ്ങൾ തന്നിരിക്കുന്നത് അവനെ നമ്മളിൽ പ്രസിദ്ധി ഉണ്ടാകും. കൃപാവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രസിദ്ധരായി തീരും. ചിലർ പറയാറുണ്ട്, ഈ രോഗസൗഖ്യ പ്രാർത്ഥനയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാം പുറകെ സെലിബ്രിറ്റികളെ പോലെ നടക്കും. അവരുടെ പുറകെ എല്ലാവരും വരുന്നു. ഞാൻ പറയാറുണ്ട്, സഹോദരങ്ങളെ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കാര്യം അവര് ദൈവസന്നിധിയിൽ വില കൊടുത്ത് അവരുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചവരാ. അവരുടെ പുറകെ ആളുകൾ പോകുന്നതിന്റെ കാരണം അവർ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല. പത്രോസ് ശ്ലീഹ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുക. കണ്ടോ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അവർക്ക് നെഗളം വരാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കണ്ടോ, അത് നമ്മുടെ ഡ്യൂട്ടിയാണേ. ഞാൻ പല ദൈവദാസന്മാരെയും, പ്രത്യേകിച്ച് കൃപാവര ശുശ്രൂഷ ഉപയോഗിക്കപ്പെടുന്ന കാണുന്ന പല ദൈവദാസന്മാരെയും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ശക്തമായി ഉപയോഗിക്കപ്പെടണം. കാര്യം 100 രോഗികൾ സൗഖ്യമായി കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടുവല്ലേ? ആണോ അല്ലയോ? നടക്കാൻ മേലാത്തൊരു പിതാവ് വീട്ടിൽ കിടക്കുക, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പ് മുടങ്ങി കിടക്കുന്നു, ഭാര്യയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, വല്ലാതെ സ്ട്രഗിളിൽ പൊക്കോണ്ടിരിക്കുക. ആ വ്യക്തി എണീറ്റ് നടന്നാലോ ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ? ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഭയങ്കര രോഗ അവസ്ഥയിൽ കിടക്കുക. ഒരു മാതാവായിരിക്കാം, പിതാവായിരിക്കാം, കുഞ്ഞായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കുവാൻ കൃപാവരത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനെ ദൈവം ഉപയോഗിച്ചാൽ കുടുംബം രക്ഷപ്പെടുമല്ലേ? നമ്മളത് പ്രോത്സാഹിപ്പിക്കേണ്ടേ, ചെയ്യണം. നിങ്ങളുടെ റോൾ എന്താണ്? യേശു പറയുവാണ്. അപ്പൊ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നതെങ്കിൽ പോലും നോക്കിക്കേ, ഇവരുടെ മനസ്സിന്റെ അകത്ത് കുറെ ചിന്തയുണ്ട്. ഞങ്ങളെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല, ഒരുത്തൻ വരുന്നില്ല, അവനെ അവര് വിലക്കുവാണ്. 2, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഇതിൽ നിന്നെല്ലാം ആകെ തുകയായിട്ട് യേശു പറയുകയാണ്, നീ എന്തിനാണ് നിന്റെ സഹോദരനെ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, പത്രോസേ, യോഹന്നാനെ, അന്ത്രയോസേ, ഫിലിപ്പോസേ, എല്ലാരും കേട്ടെ, ആ കഴുത്തിങ് കൊണ്ടുവാ, വലിയൊരു കല്ല് കെട്ടിയിട്ട് കടലിൽ കൊണ്ട് ഞാൻ താക്കും. ചെയ്യാൻ വേണ്ടി യേശു പറയുമല്ല, ഇത്രയും വലിയ തെറ്റാന്ന് അതിന്റെ അർത്ഥം. കണ്ടോ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, കുടുംബത്തിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ താഴ്മയുള്ളവരാകണം, നെഗളം ഉണ്ടാകരുത്. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നും ഇല്ല എന്ന് എപ്പോഴും ഓർത്തോണം.
ഹല്ലേലൂയ. ദൈവം തന്നതല്ലാതെ എനിക്ക് എന്തോ ഉള്ളത്. ഇന്ന് ഞാൻ നേരോടെ നിൽക്കുന്നതിന്റെ കാരണം അത് കൃപയല്ലേ പ്രിയരെ? നോക്കിക്കേ, യേശു പറയുകയാണെ, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയ. കണ്ടോ? ഇത് ശിഷ്യന്മാരിടയ്ക്ക് ഞാൻ ആരാ വലിയ വിധത്തിൽ ഇവരോട് പറയുക. അടുത്ത വാക്യം പറയുന്നത്, നീ ഊനനായി കീവിൽ കിടക്കുന്നതിനേക്കാൾ രണ്ട് കൈ ഉള്ളവനായി കിടക്കാതെ തീക്കായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. കണ്ടോ? തുടങ്ങിയത് എവിടുന്ന? എങ്കിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവനിൽ ഇടർച്ച വരുത്തിയാൽ. കണ്ടോ? എന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പോകരുത്. പൗലോസ് പറയാം, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തി ആയിരിക്കാം. നമുക്കെതിരെ എനിക്കെതിരെ പല ആൾക്കാർ അപവാദം പറയുന്നവരുണ്ട്, അപവാദം പറഞ്ഞവരുണ്ട്. ഞാൻ ഇന്നും അവരെ വഴിവെച്ച് കണ്ടാൽ നിനക്ക് അത് തന്നെ പറഞ്ഞു ഞാൻ പറയാറില്ല. കാരണം എന്നറിയാവോ? അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാ. ആമേൻ. മനസ്സിലായോ? നമ്മൾ അങ്ങനെ കാണണം. നമ്മൾ അവനോട് മല്ലി പിടിക്കാൻ വേണ്ടി പോയാൽ യേശു പറഞ്ഞ വാക്കുകൾ കൊണ്ടോ ഇങ്ങനെ ചെയ്യുന്നല്ല യേശു പറയും. ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതം പോകുന്നത്. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നുമില്ല. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. കണ്ടോ? തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ അതിനെന്തോന്നിനാൽ രസം വരുത്തും. കണ്ടോ? ഇതാണ് പല വിശ്വാസികളും. ശ്രദ്ധിച്ചോണേ. നമുക്കറിയാം, യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഈ ഉപ്പിന്റെ പ്രത്യേകത എന്തോ? എത്ര നല്ല മീൻകറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും എന്ത് ബിരിയാണി ആണെങ്കിലും ഉപ്പില്ലെങ്കിൽ ഒരു രസമില്ല, അല്ലേ? ഉപ്പില്ലെങ്കിൽ രസമില്ല. എത്ര ടേസ്റ്റ് ഉള്ള മസാല ഇട്ടാലും ഇച്ചിരി ഉപ്പ് ഇട്ടില്ലെങ്കിൽ അതിന് രുചിയില്ല. കണ്ടോ? അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഉപ്പ് വേണം. യേശു പറയും, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. മത്തായി 5:13 അല്ലേ റീദാസ് അവർ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ലോകത്തിനൊരു രസം വേണോ? നിങ്ങൾ വേണം. കണ്ടോ? നമ്മളിങ്ങനെ വെളിമ്പുറത്ത് കിടക്കേണ്ടവരൊന്നും അല്ല കേട്ടോ. നമ്മൾ അന്യനല്ല, പരദേശിയല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചവും ലോകത്തിന്റെ ഉപ്പാണ്. അങ്ങനെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കില്, നടപ്പില്, വിശ്വാസത്തില് മാതൃകയാകണം. 2, നമ്മുടെ കൃപാവരങ്ങളെ എന്ത് ചെയ്യണം? ഉപേക്ഷയായി വിചാരിക്കാതെ അതിന് നിന്റെ അഭിവൃദ്ധി എല്ലാവരും പ്രസിദ്ധമാകേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഉറച്ചു കൊള്ളുക. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പല ആൾക്കാരും പറയും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും വരുന്നത് ഈ പ്രവചനം കേൾക്കാൻ വേണ്ടിയും അത്ഭുതം കേൾക്കാൻ വേണ്ടിയും രോഗസൗഖ്യമാകാൻ വേണ്ടിയല്ല. ഞാൻ പറയും, അത് തന്നെയാ എന്റെ ചോദ്യം. അത്ഭുതം അനുഭവിക്കാൻ വേണ്ടിയും പ്രവചനം കേൾക്കാൻ വേണ്ടിയും അന്ന് വന്ന ആരെങ്കിലും ഇന്നും നിൽക്കുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ബ്രദറെ, പണ്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ, ഇന്നും പോകാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? വന്നിട്ട് പോകാൻ നിൽക്കുന്നവർ, അതോ അന്ന് തന്നെ പോയോ നിങ്ങൾ? കണ്ടോ? കണ്ടോ? നിങ്ങൾ അന്ന് വന്നത് എന്തിനായിരുന്നു? ആരോ പറഞ്ഞു ആ ബ്രദറിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ട് ചാടിച്ചല്ലേ, ഇപ്പൊ പ്രവചനം കേൾക്കാം, ഇപ്പൊ അത്ഭുതം നടക്കാം. അങ്ങനെ വഴിതെറ്റി വന്നവരല്ലേ? കണ്ടോ? അപ്പൊ കൃപാവരെ ഉപകാരപ്പെട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും നിഖിൽ ബ്രദറിനെ കാണാൻ വേണ്ടി വന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നല്ലൊരു ബ്രദറാ, കാണാൻ വേണ്ടി വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നിങ്ങൾ എങ്ങനെയാ വന്നത്? ആരെന്തോ പറഞ്ഞു? ഈ കൂട്ടായ്മ വന്നതിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? നിങ്ങളൊരു പ്രവചനപര ശുശ്രൂഷ കണ്ടിട്ടോ, രോഗസൗഖ്യ ശുശ്രൂഷ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടായിട്ടോ വന്നതല്ലേ? ഞാൻ പറയുന്നു, ഇതാണ് കർത്താവ്. നിങ്ങളെ അട്രാക്ട് ചെയ്തതാ ദൈവം. കണ്ടോ? നിങ്ങൾ ഇതിന്റെ അകത്ത് വന്ന 100ൽ ഒരു 99% ആളുകളും നിങ്ങൾ കൃപാവര ശുശ്രൂഷ കണ്ട് വന്നവര് തന്നെയാണ്.
ആ പ്രവചനപരം മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടപ്പോൾ ബ്രദർ എന്നോടും കൂടെ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ രോഗസൗഖ്യം കണ്ടപ്പോഴേക്കും എനിക്കും കൂടെ രോഗം വേണം, അങ്ങനെ വന്നാൽ ഇപ്പൊ പോകാൻ പറ്റുന്നില്ല. കാര്യം എന്നറിയാവോ? വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കകത്ത് എന്തുണ്ടായി? സൗഖ്യം മാത്രമല്ല, ഡെലിവറൻസ് മാത്രമല്ല, നിങ്ങൾ വളരുവാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ ആരും ബ്രദറിനെ കേൾക്കാൻ വന്നവരല്ല, പകരം ദൈവം ഇട്ട കൃപാവരം. അതാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകണം. കണ്ടോ? അപ്പൊ അത് നീ നിന്റെ ഉള്ളിലെ കൃപാവരത്തെ ഉപേക്ഷയായിട്ട് വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ ചെയ്തത്, നമ്മൾ രണ്ടുപേരും സൂമി കൂടുമ്പോഴും ഞാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, എനിക്ക് അറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്ന് പറഞ്ഞു, മോനെ 2 പേരെ ഉള്ളെങ്കിലും നീ അവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു ആലോചന ദൈവം തരുമെന്നേ. കണ്ടു? അതെന്റെ മനസ്സിൽ അന്ന് കയറി. അദ്ദേഹം ഉപയോഗിക്കപ്പെട്ട ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു 2 പേരെ ഉള്ളെങ്കിൽ 2 ഉള്ളൂ, എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് പോകരുതേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഒരാളും ഇല്ലായിരുന്നപ്പോഴും ചുമ്മാ ഫേസ്ബുക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ? ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അഭിവൃദ്ധി ഉണ്ടായി. ആർക്കാ അഭിവൃദ്ധി? ദൈവരാജ്യത്തിനും. ആമേൻ. അപ്പൊ അപ്പൊ നമുക്കിതെല്ലാം തന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകാനും, നോക്കിക്കേ, അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയാ? തിമോഥെയോസിൽ പറയുന്നു, വാക്കുകൊണ്ടോ, നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്ന അനേകരെയും രക്ഷിക്കും. കണ്ടോ? അനേകരെ രക്ഷിക്കുവാനാണ് യേശു വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് പറയും, ബ്രദറെ എന്നെ കുറ്റം പറയുന്ന 100 പേരുണ്ട് ബ്രദറെ, ഞാൻ എന്നാ ചെയ്യും? നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മളോട് സംസാരിക്കുമ്പം ആ വ്യക്തിക്ക് തോന്നി, അയ്യോ ഇത് വിശ്വാസിയാ കേട്ടോ. കണ്ടോ? ഇത് വിശ്വാസിയാണ്. എങ്ങനെ മനസ്സിലായി? അയ്യോ അയാളുടെ വാക്ക് തന്നെ ദൈവത്തിൽ തന്നെയാണ്. കണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവൃത്തി കാണണം. മറ്റുള്ളവരെ പോലെ നിങ്ങൾ അവരൊന്നും ചെയ്യുന്നില്ല ബ്രദറെ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. അയ്യോ ബ്രദറെ, ചിലർ പറയും ബ്രദറെ ഞാൻ മാത്രം നന്നായിട്ട് പണിത് അവരെല്ലാം എന്നെ ഒതുക്കലേ. ആരും ഒതുക്കത്തില്ല. ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടി കൊണ്ടിട്ടു. കാര്യം എന്തറിയാവോ? ദാനിയേൽ വ്യത്യസ്തനായിരുന്നു. ദാനിയേൽ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. താൻ ആ കൊട്ടാരത്തിലെ തന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു. കൊട്ടാരം മുടിയട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത്, ഞാൻ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. അത് നിമിത്തം ദാനിയേലിന് ഉപദ്രവം ഉണ്ടായി. പക്ഷെ ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലിട്ടപ്പോഴും താൻ സേവിക്കുന്ന ദൈവം പുറത്തു കൊണ്ടുവന്ന് അവിടെ വാഴിച്ചു. കണ്ടോ? ആമേൻ. വാഴിച്ചു. അപ്പൊ നമ്മുടെ വാക്കിലും നടപ്പിലും സ്നേഹം. അതുകൊണ്ട് യേശു നമ്മൾ മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തരുത്. ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നെങ്കിൽ നമ്മളോടത് പറഞ്ഞത്. ശിഷ്യന്മാരകത്തൊരു ചിന്ത ഉണ്ടായിരുന്നു. കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, അവര് ശമരിയയിലൂടെ പാസ് ചെയ്ത് പോയപ്പോഴേക്കും ഇവർ അകത്തെ സ്പിരിറ്റ് പൊങ്ങി വന്നു. അതായത് ജാതി സ്പിരിറ്റ് പൊങ്ങി വന്നു. യഹൂദ ജാതി, ശമരിയ ജാതി, 2 ജാതികളാ. ശമരിയക്കാരെന്ന് പറഞ്ഞാൽ യഹൂദ പുരുഷനും യവന സ്ത്രീയും. യഹൂദ പുരുഷന്മാരിൽ നിന്നും യഹൂദ പുരുഷന്മാര് യവന സ്ത്രീകൾ, അതായത് ഗ്രീക്കുകാരായിട്ടുള്ള യവന സ്ത്രീകളുമായി ചേർന്നുണ്ടാകുന്ന ജനറേഷനാണ് ഈ പറയുന്നത് പോലെയുള്ള ശമരിയക്കാര്. ഇവരെ യഹൂദൻ അംഗീകരിക്കത്തില്ല, യഹൂദന് നിഷിദ്ധമാണ്. അപ്പൊ അതിലെ യേശുവുമായിട്ട് പാസ് ചെയ്തപ്പോ കുടുംബക്കാരെല്ലാം പറഞ്ഞു പഠിപ്പിക്കും. കുഞ്ഞുനാളിലെ പറയുക അവരങ്ങനെയുള്ളവർ ഈ ജാതി സ്പിരിറ്റ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുക ശിഷ്യന്മാരുടെ മനസ്സിൽ. ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും കർത്താവേ, പണ്ട് പ്രവാചകൻ തീ ഇറക്കിയതുപോലെ ഇവരെ നശിപ്പിക്കണം. ആ സ്പിരിറ്റ് അങ്ങോട്ട് പൊങ്ങി വന്നു. അവിടെ യേശുവിന്റെ ചോദ്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വായിച്ചവർക്ക് എന്താ യേശുവിന്റെ മറുപടി? ഇപ്പൊ ഇറക്കാൻ പോവാന്നാണ് പറഞ്ഞത്. കണ്ടോ? നിന്റെ ആത്മാവേതാണ്? അയ്യോ, എന്തൊരു നാണക്കേടല്ല. ശിഷ്യന്മാരോർത്ത് യേശു ഇപ്പൊ തീ ഇറക്കുമെന്ന്. കർത്താവ് ചോദിക്കുക, നീ ഏത് ആത്മാവിനെ പ്രാപിച്ചത്? സ്നേഹത്തിന്റെ ആത്മാവാണ്. ആ ശമരിയക്കാർ നശിക്കുന്ന ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഭാവമാണ്. അപ്പം ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഇടർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വാസിയായ ഒരുത്തന്, എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തന് നിങ്ങൾ ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തെ കല്ല് കെട്ടി കടലിൽ താക്കണം. പറ്റുവോ? അയ്യോ ഇല്ല. നിന്റെ കണ്ണുകൊണ്ട് നീ പാപം ചെയ്താൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് എന്ത് ചെയ്യണം? ഇടുക. കൈ കൊണ്ട് തെറ്റ് ചെയ്താൽ ആ കൈ വെട്ടിക്കളയണം. കാല് തെറ്റ് ചെയ്താലോ കാല് കൊണ്ട് വെട്ടിക്കളയണം. അയ്യോ,
അപ്പൊ അതിന് പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുവാണ്, നമ്മുടെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? മാതൃകയാകണം. കണ്ടോ? നമ്മളെ ചിലപ്പം ടാർഗറ്റ് ചെയ്ത് അയൽപക്കംകാരനായിക്കോട്ടെ, നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ ടാർഗറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം നമ്മളെ എങ്ങനെ ഓടിക്കാൻ വേണ്ടി. നിങ്ങൾ അവരെ അനുഗ്രഹിക്കുക, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പറയണം, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽപ്പിക്കും. അവരല്ല, അവരുടെ അകത്തിരിക്കുന്ന ദുരാത്മാവിനെ പറ്റി പറയുന്നത്. കണ്ടോ? വചനം പറഞ്ഞ് ഇതിനെ ജയിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ കുറ്റം പറയാൻ പോകരുത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാം, കർത്താവേ, എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം, എന്റെ നാവിനെ കടിഞ്ഞാണിടണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാര്യം നമ്മുടെ കുഴപ്പം, നമ്മൾ എത്ര മസിൽ പിടിച്ചാലും കുറ്റം പറയുന്ന സ്വഭാവമുണ്ട് നമുക്ക്. നമ്മുടെ സ്വഭാവം അങ്ങനെ, നമ്മൾ എത്ര പെർഫെക്റ്റ് ആകും നോക്കിയാലും ഈ ജഡ മനസ്സിലും ജഡ സ്വഭാവം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ടെൻഡൻസികൾ വരും. പറയണം, കർത്താവ് എന്റെ നാവിനെ കടിഞ്ഞാണിടണം. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, തിമോഥെയോസിൽ പറയുന്നു, അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം. ഫാൻ ആൻഡ് ഫ്ലെയിം. നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചാൽ നിങ്ങൾ പ്രസിദ്ധരായി തീരും. കണ്ടോ? നിന്റെ അഭിവൃദ്ധി എല്ലാവരും പ്രസിദ്ധമായി തീരും. അതായത് നിങ്ങൾ ഒരാളോട് പറയുകയാണ് യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നവരാകാതെ അത്ഭുതത്തെ കൊടുക്കുന്നവരാകണം. കണ്ടോ? സഹോദര, യേശു സൗഖ്യമാക്കും കേട്ടോ എന്ന് പറയാതെ യേശുവിന്റെ നാമത്തിലെ കൈവച്ചവരെ സൗഖ്യമാക്കുന്നവരാകണം. അതിനെ ജ്വലിപ്പിക്കണം കൃപാവരങ്ങളെ. കണ്ടോ? കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. കൃപാവരം നമുക്കുണ്ട്. കൃപാവരം കിട്ടാനൊന്നുമില്ല. കൃപാവരം രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ മാമോനെ സേവിക്കുന്നവരല്ല, ദൈവത്തെ ഏക സത്യ ദൈവത്തിൽ മാത്രം ഫോളോ ചെയ്യുന്ന ഏതൊരു വിശ്വാസിക്കകത്തും 9 കൃപാവരങ്ങൾ ഉണ്ട്. പക്ഷെ ഉള്ളതിനെ ജ്വലിപ്പിക്കുന്നില്ല. പലരും പറയും, അതേ എനിക്കില്ല, ഇല്ല എന്ന് പറഞ്ഞതാണ് ദുരുപദേശം. യേശു പറഞ്ഞു ഉള്ളവന് കിട്ടും. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉണ്ട്. ഇല്ലാത്തവനോ ഉള്ളത് കൂടെ. നോക്കി, ഇവിടെ വാക്കുകൊണ്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. വീര്യപ്രവർത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവനല്ലേ. ഓരോരുത്തവന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി. നമ്മുടെ ജോലി സ്ഥലങ്ങൾ, ആമേൻ പറഞ്ഞോണേ, കൃപാവര ശുശ്രൂഷയുടെ പ്രദർശനമായി മാറാൻ വേണ്ടി പോവുക. ഓ യേശുവേ, കൃപാവരങ്ങൾ ജോലി സ്ഥലങ്ങളിൽ അനേകര് വന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ഹയർ ഓഫീസർ ആയിക്കോട്ടെ, നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, മുകളിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്, നിന്റെ യേശുവിനെ കൊണ്ട് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് എന്ന് പറയുന്ന രീതിയിൽ കൃപാവരങ്ങളെ ഒന്ന് ജ്വലിപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. ആ ഭവനത്തിന്റെ അകത്തങ്ങ് ഒഴുകട്ടെ, ആ പട്ടണത്തിന്റെ മേലേക്ക് ഒഴുകട്ടെ, ആ കുടുംബക്കാരുടെ ഇടയിലേക്ക് അങ്ങ് ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. നോക്കിക്കേ, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൊതുപ്രയോജനം. കണ്ടോ? പൊതുപ്രയോജനം എന്ന് പറഞ്ഞാൽ അയൽവക്കത്തൊരു വ്യക്തിയെ ബന്ധനത്തിലാണെങ്കിൽ പാപം എന്ന് പറയാനല്ല, ചെന്ന് വിടുവിക്കണം. കൃപാവരത്തെ ജ്വലിപ്പിക്കണം, ആക്സസ് ചെയ്യിപ്പിക്കണം. നോക്കിക്കേ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ദൈവകൃപയിൽ ഞാൻ പണ്ട് പറഞ്ഞായിരുന്നു, ഞാൻ ഒത്തിരി നാള് എന്താ പറഞ്ഞത്, നോട്ടീസൊക്കെ കൊടുത്തു, പോസ്റ്ററും ഒക്കെ ഒട്ടിച്ചു. പണ്ടത്തെ കാലത്ത് ഞാൻ നാട്ടിലൂടെ ഒക്കെ എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ലായിരുന്നു. സത്യമായിട്ടും പറയുക, ഒരു മനുഷ്യൻ പോലും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ലായിരുന്നു. പക്ഷേ കൃപാവരങ്ങളെ ഒന്ന് ജ്വലിപ്പിച്ചു. ദൈവം അതിനെ ജ്വലിപ്പിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഉള്ളത്തിലുള്ളതിനെ ദൈവം ജ്വലിപ്പിച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ സമയം ദൈവസന്നിധിയിൽ വേർതിരിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വചനങ്ങൾ പറയണം. അത് നമ്മൾ തന്നെ ജ്വലിപ്പിക്കും. അത് ജ്വലിച്ചത് കൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാം പ്രാർത്ഥനയ്ക്ക് വരുന്നവർ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന്. കണ്ടോ? പണ്ട് 10 കസേര ഇട്ടാൽ പോലും ആള് വരത്തില്ല. 10 കസേര ഇട്ടാൽ പോലും 500 നോട്ടീസ് കൊടുത്താൽ പോലും ആള് വരത്തില്ല. ഇപ്പൊ പറയുക സീറ്റ് ബുക്ക് ചെയ്യണമെന്ന്. കണ്ടോ? ഹല്ലേലൂയ. അതിന്റെ കാരണം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കൃപാവരങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. 2 ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാണ്. അവിടെ ഒന്ന് നിങ്ങൾ വലിയ സംഭവം നിഖിൽഭദ്രാണ് എന്നും പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. താഴ്മ വേണം, ദൈവസ്നേഹത്തിൽ വേണം എല്ലാം ചെയ്യാൻ. ഹല്ലേലൂയ.
ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ DJ സ്ഥിരകാരൻ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാൻ കാണുമായിരുന്നു. ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയ ഒരു ദൈവദാസന DJ ദിനകരൻ അല്ലേ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാരം കണ്ട നമ്മൾ അങ്ങ് ഇരുന്നു പോകും. യേശുക്രിസ്തുവിനെ കാണുന്ന പോലെയാ. കണ്ടോ, അദ്ദേഹത്തിന് വേണേ നെകളിക്കാൻ മേലായിരുന്നു. ഞാൻ ആരാ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഓർത്തെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് നല്ലൊരു ഭാഗവും അദ്ദേഹം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ സുവിശേഷം പറയുമ്പോഴും ദിവസവും 9 മണിക്കൂർ പ്രാർത്ഥിക്കുകയും മാനേജരായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നയാളാണ്. നെകളിക്കാൻ എന്തെല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസവും സുവിശേഷം പറയുന്നു. പല എന്താ അതായത് ഞാൻ കേട്ടതും പല മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ പദവിയിലിരിക്കുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. ഇന്നും എന്താ പറയുന്നത്, അവരുടെ മിനിസ്ട്രി കർത്താവിന്റെ നാമത്തിൽ നന്നായി വളരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുമായിരുന്നു. 9 മണിക്കൂർ പ്രാർത്ഥിക്കുകയും ബാങ്കിൽ മാനേജറായിട്ട് എനിക്ക് തോന്നുന്നത് ബാങ്കിൽ അദ്ദേഹം നല്ലൊരു ശതമാനം സമയം ജോലി ചെയ്യുകയും അദ്ദേഹത്തിന് നന്മ കൂടെ എല്ലാ കാലവും ദൈവം നന്മ കൊടുക്കും. നെകളിക്കാമലായിരുന്നു. അതാണ് ദൈവസന്നിധിയിൽ കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾക്ക് മനോഭാവം യേശുവിന്റെ സ്വഭാവമായി മാറും. പരിശുദ്ധാത്മാവിന്റെ നേച്ചർ നിങ്ങളിൽ വെളിപ്പെട്ട് വരും. താഴ്മ, സ്നേഹം, മറ്റുള്ളവരുടെ കരുണ, ഇതെല്ലാം തന്നെ വരും. ഈ ദൈവസന്നിധിയിൽ ഇരിക്കാത്തവനാണ് നെകളം വരുന്നത്. കാര്യം യേശുവുമായിട്ട് ബന്ധം വരുന്നില്ല. യേശുവുമായി ബന്ധം വന്നാൽ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ അനുരൂപരാകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ സഭയെ മുടിപ്പിച്ചയാളാ. അപ്പോസ്തലന്മാരൊക്കെ വില്ലന്മാരായിരുന്നു, പക്ഷെ അവരെ കൊണ്ട് തന്നെ പറഞ്ഞു സ്നേഹമാണ് വലുത് കേട്ടോ സഹോദരങ്ങളെ. കണ്ടോ എന്റെ പ്രിയരെ, ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുമ്പോൾ തന്നെ സ്നേഹത്തിലും നിങ്ങൾ ജ്വലിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ സ്വഭാവം തന്നെ മാറും. അപ്പൊ എന്ത് ചെയ്യണം നോക്കി, ഈ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. ഞാൻ ശ്രദ്ധിച്ചോണേ. വേറൊരുത്തൻ വേറെ പറയാൻ കാര്യം, കൊരിന്ത്യ സഭയിൽ ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, കൊരിന്ത്യ സഭയിലെ കുഴപ്പമെന്ന് പറഞ്ഞ കൃപാവരമൊക്കെ ജ്വലിപ്പിച്ചപ്പോഴും ഇവർക്ക് ഫലങ്ങളില്ലാത്തവരെ കൊരിന്ത്യ സഭ. അതാ ഞാൻ പറഞ്ഞത്, വാക്കിലും നടപ്പിലും ഒന്നും ഒരു വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരു കൂട്ടർ അവിടെയുണ്ട്. 50% ആൾക്കാർ. 50% ആൾക്കാർ നല്ലവരുമുണ്ട്. 50% ആൾക്കാർ അവർക്ക് കൃപാവരം മാത്രം മതി, ജീവിതമില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ വാക്കിൽ നടപ്പിൽ മറ്റുള്ളവർക്ക് മാതൃകയാകണം. നമ്മളോട് സംസാരിക്കുമ്പം ഇവരൊക്കെ എവിടെ നിന്ന് വന്ന പ്രാർത്ഥനക്കാരനാ എന്ന് പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് നടന്നു പോകുമ്പോഴേക്കും, ഞാൻ ഇരുട്ടത്ത് നടന്നു പോകുന്ന സമയത്ത്, കോട്ടയത്താണ്, ഞാൻ വണ്ടി ഇട്ടിട്ട് നടന്നു പോവാ. അപ്പൊ കുറെ നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന സഹോദരിമാരെല്ലാം രാത്രിയിൽ ഇങ്ങനെ ജോലി കഴിഞ്ഞ് അവരെവിടുന്നോ വരുക. അപ്പം വരുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞു, അപ്പൊ അവിടെ എന്തോ ഞങ്ങൾ രണ്ടുപേരും നിന്നോ അതോ പാസ് ചെയ്ത് പോയി എപ്പോഴും പറയാം. അപ്പൊ അവരിങ്ങനെ പറയുക, നമ്മൾ അടുത്ത ദിവസം കണ്ട് അവർ അയൽക്കൂട്ടമോ മറ്റോ എന്തോ ഈ ഒരു പ്രാർത്ഥനക്കാരുടെ വീട്ടിലാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥനക്കാരൻ എനിക്ക് മനസ്സിലാകാൻ കാരണം ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്, ഞാൻ എടുത്ത് പറയുന്നില്ല. ഉടനെ അവര് പറയുക, അവരുടെ വീട്ടിലാണോ കൂട്ടായ്മ, പച്ച വെള്ളം തരത്തില്ല അവര്. കണ്ടു, ഒരു കട്ടൻ കാപ്പി പോലും എന്ത് ചെയ്യത്തില്ല. ആ വാക്കെടുത്ത് പറയാൻ കാരണം ഈ പല വിശ്വാസികളുടെ മനസ്സിൽ കൺസെപ്റ്റ് ഉണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്താൽ കൈവശം കിട്ടുമോ, അവരെ സന്തോഷിപ്പിച്ചാൽ ഇങ്ങനെ അടി കിട്ടുമോ എന്നൊക്കെ ചിന്ത. ഈ പേടിക്കകത്താണ് പൊതുവെ വിശ്വാസി ഇരിക്കുന്നത്. അപ്പൊ അവര് പറയുക പച്ച വെള്ളം തരത്തില്ല അവര്. കണ്ടോ, അപ്പൊ വിശ്വാസിയെ പറ്റി നാട്ടുകാർ സാക്ഷ്യം പറയാണ്, അവരുടെ വീട്ടിൽ പോയൊരു പച്ച വെള്ളം പോലും കിട്ടത്തില്ല, ഒരു കാപ്പി പോലും കട്ടൻ കാപ്പി പോലും തരത്തില്ല. കണ്ടോ, അപ്പൊ നമ്മൾ അതിന്റെ ആയിരുന്നു അറിയോ, നമ്മൾ പറയുന്നത് ഇണയാ പില്ലാപ്പിണ കൂടെന്ന് ബ്രദർ പറഞ്ഞിട്ടില്ലേ. സ്വോത്രം. ഇതൊക്കെ ഇട്ട് നമ്മളൊക്കെ തെറ്റായി അങ്ങ് വ്യാഖ്യാനിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. യേശുവിന്റെ സ്വഭാവമുള്ളവർ, കൊടുപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞത് സ്വോത്രകാഴ്ച മാത്രമല്ല, മനസ്സിലായോ, സഹായിക്കണം. ആമേൻ. നോക്കിക്കേ, അപ്പൊ മറ്റുള്ളവർക്ക് നമ്മൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും, ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വാസാൽ അങ്ങ് പറയുവാണെ, വിശ്വാസാൽ പറയുമല്ല, ഉള്ള കാര്യം പറയുവാണ്. അതുകൊണ്ട് കൈവെപ്പിൽ, അപ്പൊ കൈവെപ്പ് ശുശ്രൂഷ കണ്ടോ, അതുകൊണ്ട് ഞാൻ പലപ്പോഴും കൈവെപ്പ് ശുശ്രൂഷകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം, കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം. അപ്പൊ നിങ്ങളുടെ അകത്ത് എന്തുണ്ട് പറ, നിങ്ങളിൽ എന്തുണ്ട്? നിന്നിലുള്ള കണ്ടോ. അവ രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഓരോ വ്യക്തിക്കകത്തും കൃപാവര ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാ ബ്രദറെ എനിക്ക് പ്രവചിക്കാൻ പറ്റാത്തത്? ബന്ധം കുറവായതുകൊണ്ടാണ്. ഈ ബന്ധം കുറവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജ്വലിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ, ജ്വലിപ്പിക്കണം. ഞാൻ ബന്ധം എന്ന കാര്യം പറഞ്ഞത് കർത്താവുമായിട്ടുള്ള കണക്ഷനാണ്. എന്റെ കൈവപ്പിലാൽ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക.
അങ്ങനെ ജ്വലിപ്പിച്ചാൽ നീ എന്തായി തീരുന്ന വലോസ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകും. അയ്യോ, ഞാനൊരു പ്രാർത്ഥനക്കാരനാ കേട്ടോ. അവിടെ കല്യാണ വീട്ടിൽ അവരെല്ലാം പറയും, അയ്യോ നിനക്ക് നാണമില്ലേ ഇവരുടെ പ്രാർത്ഥനക്കാരുടെ കൂടെ പോകാൻ വേണ്ടി? ഛേ, എവിടെ കുഴിച്ചിടും? കളിയാക്കും, പരിഹാസവും, നിന്നയാ. കാരണം കൃപാവരം ജ്വലിക്കുന്നില്ല. കൃപാവരം ജ്വലിച്ചാൽ നിങ്ങൾ അനേകരെ രക്ഷിക്കും. കണ്ടോ? ഇപ്പൊ നമ്മളെ പരിഹസിക്കുക. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളിൽ ഫലം കാണുന്നില്ല അവര്. കാര്യം അവർക്ക് നല്ല ജീവിത നിലവാരമുണ്ട്, നിങ്ങൾക്ക് ഉയർച്ച പറ്റുന്നില്ല. അവിടെ ഒന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ആ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരമ്മാമ പറയോ, എനിക്ക് വലിയ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആയിരുന്നെന്ന്. ആ കൃപാവരം ജ്വലിപ്പിക്കുന്ന ആൾക്കാരെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് അമ്മാമ ഓടി നടക്കത്തില്ല. അയ്യോ, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ, ഇപ്പൊ ആ മുഴ അങ്ങ് പോയി. ഉടനെ നിങ്ങളുടെ അടുത്ത് ഓടി വരും, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ആരാന്നറിയാവോ? ഇപ്പൊ മനസ്സിലായോ ഞങ്ങളൊക്കെ ആരാ എന്ന് പറയാൻ വേണ്ടിയല്ല, കർത്താവാ ചെയ്തത് കേട്ടോ. കണ്ടോ സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുന്നത് കണ്ടോ? പിന്നെ നിങ്ങളെ എതിർക്കാൻ ആൾക്കാർ വരത്തില്ല പ്രിയരെ. ആമേൻ. അപ്പൊ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. അന്യഭാഷ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഉറക്കമൊക്കെ വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണേ, ജ്വലിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. ആമേൻ. നോക്കിക്കേ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് ഇത് കരുതുക, നിന്നിൽ തന്നെ ഇരുന്നു കൊള്ളുക. അടുത്തത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കണം. കേട്ടോ? കാണുന്നിടത്തെല്ലാം പോയി തല വെക്കരുതേ. കാണുന്നിടത്തെല്ലാം പോയി സുവിശേഷം കേൾക്കാൻ നിൽക്കരുതേ. സൂക്ഷിക്കണമേ, ഉപദേശം സൂക്ഷിക്കണമേ, അതിൽ ഉറച്ചു നിൽക്കണമേ. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നിങ്ങൾ എല്ലാ സ്ഥലത്തോട്ടും ചിലരുണ്ട് വണ്ടിക്കുള്ളിലൊക്കെ എല്ലാ പ്രാർത്ഥനയും കൊണ്ടും അവരെ നിങ്ങൾ കോളാക്കി കൊടുക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അപ്പോഴേ പറഞ്ഞതാ നല്ലതേ കേൾക്കാവുള്ളൂ, നിങ്ങളല്ലേ കൊണ്ടുപോയത് അവരെ. കണ്ടോ? ഹല്ലേലൂയ. നോക്കിയേ, മർക്കോസിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ എന്നിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവൻ ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ, അപ്പൊ ഇടർച്ച ഉണ്ടാക്കുന്നവരാകരുത്, മാതൃക ഉണ്ടാകണം. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. പക്ഷെ ഉപ്പിന് കാരമില്ലെങ്കിലോ? അത് വെറും മണ്ണല്ലേ? ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ചുകൊണ്ട് വന്നു, കറിക്കകത്തോട്ടിട്ടു, ഉപ്പിന് രസമില്ല. നിങ്ങൾ എന്നാ ചെയ്യും? ഉപ്പിനെ പറ, എന്ത് ചെയ്യും? രസമില്ലാത്ത ഉപ്പിനെ നിങ്ങൾ എന്താ ചെയ്യും? അത് എറിഞ്ഞു കളയും. കണ്ടോ? ഇതാണ് വിശ്വാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എറിഞ്ഞു കളയുക ലോകം നിങ്ങളെ. നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, സമൂഹത്തിൽ നമ്മൾ പുറകോട്ട് പൊക്കോണ്ടിരിക്കുക, ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞു, ആ പ്രാർത്ഥനക്കാരൊന്നും വിളിക്കണ്ട. കണ്ടോ? അവരെ വിളിച്ചവർ രസമില്ല. പ്രിയരെ, നിങ്ങൾ ഉണ്ടേലേ ഇനി ചിലത് നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ, ഉപ്പിന് കാരമുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമുള്ളൂ. ഉപ്പിന് കാരമില്ലെങ്കിൽ അത് വെറും വേസ്റ്റാ. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമല്ല, വെള്ള ഉടുപ്പിട്ടുകൊണ്ട് മാത്രമല്ല, കർത്താവ് പറഞ്ഞു വെള്ള പൂശിയ ശവക്കല്ലറിന് യഹൂദനെ നോക്കി. യഹൂദന് വചനമുണ്ട്, യഹൂദൻ ഭയങ്കര ശാസ്ത്രിയാണ്, പക്ഷെ അവർക്ക് ഫലമില്ല. അതുകൊണ്ട് യേശു പറയും വെള്ള പൂശി ശവക്കല്ലറുകളെന്ന് വിളിച്ചത്. നമ്മൾ വചനം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, വചനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സ്വഭാവത്തെ വിളിപ്പം. അതുകൊണ്ട് നമ്മുടെ വാക്ക് സൂക്ഷിക്കണമേ. ചില ഭർത്താക്കന്മാരുണ്ട് പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഈ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. എന്നോട് ഒത്തിരി, പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും പറയുമ്പോഴേക്കും, എൻ്റെ ബ്രദറെ, ഞാൻ പറയും സൗകര്യം നല്ല പ്രാർത്ഥന, പിന്നെ ഭയങ്കര പ്രാർത്ഥന ബ്രദറെ. വീട്ടിലോട്ടെങ്ങാനും വന്ന പിശാചിനേക്കാളും ഭേദാന്ന് പറയും. ഇനി ഭാര്യമാര് പറയാം, അച്ചായൻ ബ്രദറിനെ കാണുമ്പോൾ ഭയങ്കര ഷെയ്ക്കാൻ്റെയൊക്കെയാ, ഭയങ്കര ആത്മാവിൽ ചാടിത്തുള്ളി. പണ്ടൊരു ആൻറ്റി പറഞ്ഞതുപോലെ, അയ്യോ എൻ്റെ അച്ചായൻ ആരാധിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാർ വരെ എണീറ്റ് നിന്ന് ആരാധിക്കും. പക്ഷെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നു. കണ്ടോ? ഇങ്ങനെ ആകരുതേ സാക്ഷ്യം. ഭാര്യ പറയണം ഭർത്താവിനെ പറ്റി, കാര്യം എന്നാണെങ്കിലും അച്ചായൻ അങ്ങനെയാണ്. ഭർത്താവ് പറയണം എൻ്റെ ഭാര്യ, കാര്യം എന്തൊക്കെയോ ആയിക്കോട്ടെ. ബൈബിൾ പറയുന്നു, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ നിമിത്തം രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരല്ലോ എന്നൊരു വാക്യമുണ്ട്. കണ്ടോ? നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്, പിന്നെ ആര് ക്ഷമിക്കും? ഹല്ലേലൂയ. നമ്മളല്ലേ ക്രിസ്തുവിന്റെ സാക്ഷികൾ, നമ്മളല്ലേ ക്രിസ്തുവിൽ ഉള്ളവര്. നമ്മൾ ക്ഷമിച്ചില്ലേ പിന്നെ ആര് ക്ഷമിക്കാനല്ലേ? അതുകൊണ്ട് നമ്മളാണ് മാതൃക. ശരിക്കും നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണേ കർത്താവേ, എൻ്റെ നാവിനെ ലോക്ക് ചെയ്യണേ കർത്താവേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ കൃപാവരങ്ങൾ ജ്വലിക്കണം, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം.
ഓ ജീസസ്. ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവേ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിങ്ങനെ നേരത്തെ എനിക്കിങ്ങനെ എൻ്റെ ഉള്ളത്തൊരു നിയോഗം പോലെ വന്നതാണ്. നേരത്തെ ഞാൻ ഈ ജോഷുവ മൂത്തയാൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് അലാം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 3 മണിക്ക് രാവിലെ. ചെയ്യുന്നവർക്ക് നന്ദി, ചെയ്യുന്നവർക്ക് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് നിയോഗം ഉണ്ടേ ചെയ്യാം, ഞാൻ നിർബന്ധം പറയുമല്ല, നിയോഗങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് എണീറ്റ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ എനിക്ക് ഉറക്കം വരുമായിരുന്നു. ഞാനപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നടന്നുമൊക്കെ അന്യഭാഷ പറയുകയും വചനം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. 3 മണിക്ക് എണീറ്റ് ചിലപ്പോൾ ആ 3 മണിയുടെ പ്രാർത്ഥന, ചിലപ്പം 3 മണി എന്നുള്ളത് 4 ആകുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ടായിരുന്നു. ചിലപ്പോൾ ആ 3 മണി പ്രാർത്ഥന അപ്പോൾ 7 മണി വരെ നീണ്ടുപോകും. ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. എങ്കിലും കുറേ നാൾ ഞാനതിങ്ങനെ പൊക്കോണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാദ്യോപകരണങ്ങൾ ഇങ്ങനെ വായിക്കുന്ന, ഇൻസ്ട്രുമെന്റ്സുകൾ വായിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുക. നമുക്കറിയാം 3 മണി സമയം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും പാട്ട് പാടത്തില്ല. ലോകത്തിൽ ഒരു പള്ളിപ്പെരുന്നാളിലും ഒരു ആലയങ്ങളിലും ഒന്നും എന്ത് ചെയ്യത്തില്ല. 3 മണി 4 മണി സമയത്ത് ഒരാളും അവിടെ എന്ത് ചെയ്യത്തില്ല, കൊട്ടും വാദ്യവുമായിട്ട് വരത്തില്ല. 3 മണി സമയത്ത് എപ്പോഴും നല്ല ക്വയറ്റ് ആയിരിക്കും, ഭയങ്കര ശാന്തമായിരിക്കും. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ശബ്ദം ഇങ്ങനെ കാതി കേൾക്കുക. അതിങ്ങനെ ഓളിയും കൂടി വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. പുറത്തോട്ട് ഞാനൊന്ന് താമസിച്ച് വീടിന്റെ പുറത്തിറങ്ങി കൂരിട്ടാ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കും. വേറെന്തേലും എനിക്ക് തോന്നുന്നതാണോ? അല്ല, വ്യക്തമായി കേൾക്കാൻ പറ്റും സ്വർഗത്തിലെ ശബ്ദം, അവിടുത്തെ വാദ്യമേളങ്ങൾ ചെവി കണ്ടോ. ഇതൊക്കെ നമ്മുടെ അകത്ത് ജ്വലനം ഉണ്ടാകുന്നതിന്റെ അടയാളങ്ങളാണ്. ഹല്ലേലൂയ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞുണ്ടായ സമയങ്ങളിൽ പിന്നെ ഞാൻ പറയും ചില നിയോഗങ്ങളത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നിന്ന് പോയതല്ലത്, നിയോഗങ്ങളാണ്. എന്നാൽ അതിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ പിന്നെ കർത്താവ് സഹായിച്ചു. കേട്ടെ, നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യുന്നല്ല. നാളെ മുതൽ ജോലിക്ക് പോകേണ്ടവരൊക്കെ ചില 3 കേട്ട് ഉറക്കം ഇരിക്കരുത് ജോലി സ്ഥലത്ത് പോയിട്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ചാടി എണീറ്റ് വേണം. നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിയോഗങ്ങൾ ഉണ്ടായി തന്നെ വരും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്പൊ ഓർത്തോണം, നിങ്ങൾ ഇവിടെ വന്നത് എല്ലാവരും ഓർത്താൽ മതി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൃപാവരങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കൃപാവരങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അപ്പം തന്നെ ഒന്നെങ്കിൽ ഞാനത് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള രീതിയിലാക്കി വിടും. ഞാനത് അപ്പം തന്നെ ചാടി പുറത്തിറങ്ങും. കൃപാവരങ്ങൾ നമ്മൾ അനേകരെ രക്ഷിക്കുവാൻ ദൈവം തന്ന ഒരനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇതിൻ്റെ അകത്ത് വന്ന ആളുകൾ എല്ലാവരും 99% ആളുകളും കൃപാവര ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ 480 പേരടുത്ത് ഈ സൂമിൽ പങ്കുചേർന്നവരുണ്ട്, യൂട്യൂബിലൊക്കെ ലൈവിൽ ചേർന്നവരുണ്ട്, ഫേസ്ബുക്കിൽ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 ആയിരക്കണക്കിന് ആൾക്കാർ ഇത് വാച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ അകത്ത് 1000 ആൾക്കാർ വന്നു പോയവരുണ്ട്. നിൽക്കാൻ പറ്റിയില്ല അവർക്കൊന്നും. അവർ വന്ന് പ്രാർത്ഥിച്ചു കൃപാവര ശുശ്രൂഷ നേടി വിട്ടുപോയവരുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവം നിർത്തിയതാ കേട്ടോ. അവരെല്ലാം ആ കൃപാവരം നോക്കി വന്നവരാ. പക്ഷെ നിങ്ങൾ കൃപാവരം നോക്കി വന്നവരാണെങ്കിലും കർത്താവിന്റെ വചനത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവ് നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടവരാ നിങ്ങൾ. നമുക്ക് ഒരുമിച്ച് അപ്പം നിങ്ങൾ സഹോദരൻ ഇടർച്ച വരുത്തരുതേ. കേട്ടോണേ, സഹോദരന്മാർക്ക്, വിശ്വാസികൾക്ക്, ദൈവദാസന്മാർക്ക് ഇടർച്ച വരുത്തരുത്. ഞാൻ പറയാൻ കാര്യം, അവർ തെറ്റ് ചെയ്താൽ സപ്പോർട്ടും ചെയ്യരുത്. ആ തെറ്റിനെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ ഒരു ദേവദാസൻ ഒരു തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഞങ്ങളുടെ ദേവദാസനല്ല, ഞങ്ങൾ ക്ഷമിച്ചു എന്നല്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഷെയർ ചെയ്യരുത്. അദ്ദേഹത്തിന് തെറ്റ് പറ്റിയാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഉപവാസം ഇരുന്നേ. കർത്താവെ യഥാസ്ഥാനപ്പെടുത്തണേ അപ്പാ, വീണ്ടും ഉപയോഗിക്കപ്പെടണമേ, ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടണേ. അല്ലാതെ ഞങ്ങളുടെ ദേവദാസനാണോ എല്ലാം പോയെന്നേ, എല്ലാം തീർന്നു എന്നും പറഞ്ഞ് നടക്കരുത്. പ്രാർത്ഥിക്കണമേ, യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. കണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി എന്നെ മാറ്റണമേ. ആ പരിശുദ്ധാത്മാവിന് കൈക്കിണങ്ങി ഒരു ആയുധമാക്കി അനേകർക്ക് എന്നെ ഒന്ന് പ്രയോജനപ്പെടും. എന്റെ വാക്ക് കേൾക്കുന്നവർ യേശുവിനെ കാണണം. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഒരു മാതൃകയുള്ള വ്യക്തിയായി മാറണം. ഞാനും ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ മറ്റൊരു വ്യക്തി ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ അതും കൂടെ ചെയ്യുന്ന ഒരാളാണ്.
കാരണം എന്നറിയാവോ, നാളെ അവൻ പറയരുത്, ഓ അവരൊക്കെ കള്ളന്മാരാന്ന് പറയരുത്. ഇനി പറയുന്നവരുണ്ടായിരിക്കാം, അവരെ നമുക്ക് ഭാവത്തം പറ്റത്തില്ല, എങ്കിലും രണ്ടുപേരെങ്കിലും പറയാൻ നിങ്ങൾ അവനൊരു വിശ്വാസിയെ കേട്ടോ. ആ പുള്ളി അങ്ങനെയല്ല. ഞാൻ വളരെ പറ്റി കേട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഞാനും ശ്രമിക്കുന്ന ഒരാളാണ്, കർത്താവിന്റെ സാക്ഷിയാകുവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ നിമിത്തം എപ്പോഴും ഞാൻ കർത്താവേ, ഞാൻ നിമിത്തം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കർത്താവേ, ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടരുതേ. എൻ്റെ ഒരു പ്രവൃത്തി നിമിത്തമോ എൻ്റെ ഒരു വാക്ക് നിമിത്തമോ കർത്താവെ മറ്റൊരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരാൻ തടസ്സമാകരുതേ, ഇടർച്ച വരുത്തരുത്. അതാണ് കണ്ടോ. ഇപ്പൊ നമ്മൾ മാക്സിമം ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവ് എനിക്ക് പറ്റുന്നില്ല, എന്നെ അങ്ങനെ ഒരു സ്വഭാവം, യേശുവിന്റെ സ്വഭാവത്തിന് ഒറ്റ വഴി ഞാൻ പറഞ്ഞു, എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം, ദൈവസന്നിധിയിൽ ഇരിക്കുക. അപ്പൊ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, രോഗികൾ, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ജ്വലിപ്പിക്കാനുള്ള ഏക മാർഗം ഞാൻ 2 കാര്യം പറഞ്ഞു തരാം. ഒന്നാമത്തെ മാർഗം, രോഗികൾക്ക് വേണ്ടി കാണുന്നിടത്തെല്ലാം പ്രാർത്ഥിക്കുക. കണ്ടിന്യൂസ് ഇത് ചെയ്യുമ്പോൾ തന്നെ ജ്വലിക്കും. പ്രാർത്ഥിക്കുമ്പോഴും ജ്വലിക്കും, ചെയ്യുമ്പോഴും ജ്വലിക്കും. ഇനി പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ജ്വലിക്കത്തുമില്ല. ചിലർക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്, അന്യഭാഷ കിടന്നുകൊണ്ട് തലകുത്തി പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥിക്കത്തില്ല. എന്ത് ചെയ്യാതെ, ഓ അതിനുള്ള കഴിവ് എനിക്കില്ല, കൈ വെച്ചങ്ങ് പറഞ്ഞോണം. ഇനി അന്യഭാഷ ഇല്ലാത്തവർ കൈ വെച്ച് പറ, യേശുവിന്റെ നാമത്തിൽ കൈവച്ച് എന്നും പറഞ്ഞുകൊണ്ട്, അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൃപാവരം ജ്വലിക്കത്തില്ലെന്ന ആശയമല്ല. അത് പൊതുപ്രയോജനത്തെ തന്നിരി ഉപയോഗിക്കും തോറും കൂടുതൽ ഉപയോഗിക്കും തോറും ഇത് ഷാർപ്പാകും. അപ്പം സ്വന്തമായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ രോഗം മാറിപ്പോട്ടെ. ആദ്യമൊക്കെ ആൾക്കാർ പരിഹസിക്കുമായിരിക്കും, സാരമില്ല, നിങ്ങളുടെ ഡ്യൂട്ടി ജ്വലിപ്പിക്കാനുള്ളതാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളെയും ഇന്നത്തെ കൂട്ടായ്മ, ഇന്നത്തെ ഓരോ വചനങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ അനേകർക്ക് അനുഗ്രഹമാക്കും. എനിക്കറിയാം, ഇത് പറയുമ്പം കുടുംബത്തിന്റെ അകത്ത് പ്രതികൂലമുള്ളവരുണ്ട്. ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ വാക്കുകൾ കേട്ട് വല്ലാതെ വേദനിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ പറ, പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തെ അങ്ങ് സാക്ഷിയാക്കണമേ. ഒരു ധൈര്യത്തോടെ പറയണം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ റോള് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഹായകൻ. പരിശുദ്ധാത്മാവേ, ഈ ബ്രദർ പറയുന്നത് പോലെ ജീവിക്കാൻ, ഈ വചനം പറയുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണമേ. രോഗിയെ കാണുമ്പോൾ ചാടി പ്രാർത്ഥിച്ചു, ഒന്നും നോക്കണ്ട, നിങ്ങൾ കൈവച്ചു പറഞ്ഞോണം, യേശുവിന്റെ നാമം. ഇനി കഴിവൊന്നും ഇവിടെ പ്രശ്നമല്ല, നിങ്ങളുടെ കുറവ് വിഷയമല്ല. കൈവച്ചിട്ട് പറ, യേശു നിന്റെ രോഗത്തെ വഹിച്ചു. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, 2 വാക്ക് യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഈ വ്യക്തിയുടെ രോഗം യേശു വഹിച്ചതാ. ആ വ്യക്തി ഒന്ന് കേൾക്കണമേ. കർത്താവ് നിന്റെ വേദന അനുഭവിച്ചതാ. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകണം. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? ഒന്ന് പറ, നിങ്ങളുടെ ഡ്യൂട്ടി എന്തുവാ? മാർക്കോസ് 16 എന്താ ഡ്യൂട്ടി? നിങ്ങളുടെ ഡ്യൂട്ടി രോഗികളുടെ മേൽ കൈവച്ചാൽ യേശുവിന്റെ നാമത്തിൽ. യേശു പറഞ്ഞ കൈ ഒന്ന് തന്നേ. യേശുവിന് നിങ്ങളുടെ കൈ വേണം. കണ്ടോ? അപ്പൊ ഈ കൈ നിർമ്മലമായിരിക്കണം. മറ്റുള്ളവനെ ഇടർച്ച വരുത്തുന്ന കൈ ആകരുത്. മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒന്ന് കൈ വെക്കുന്ന എന്നെ മുടക്ക്. ഒന്ന് കൈ വെച്ചിട്ട് എൻ്റെ ഡ്യൂട്ടി ഇതാണ്, മനസ്സിലാദ്യം ഇത് എൻ്റെ ഡ്യൂട്ടിയാ കേട്ടോ. നീ എന്നെ പരിഹസിക്കുമായിരിക്കും, സാരമില്ല, നീ എന്നെ കളിയാക്കുമായിരിക്കും. പിശാശ് പറയും, സൗഖ്യമായില്ലെങ്കിലോ, പിശാശെ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുക. കണ്ടോ? യേശുവിൻ്റെ ഡ്യൂട്ടി യേശു ചെയ്തോളും. എൻ്റെ ഡ്യൂട്ടി കൈ വെക്കുക എന്നുള്ളതാ. യേശുവിൻ്റെ ഡ്യൂട്ടി എന്നോട് കൈ വെക്കുമ്പോൾ എന്നോട് പ്രവർത്തിക്കുക എന്നുള്ളതാ. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുക. യേശുവിൻ്റെ ഡ്യൂട്ടിയാണ് സൗഖ്യമാക്കുന്നത്. കണ്ടോ? രോഗികളെ കാണുമ്പം അച്ചായൻ പറയുക, എന്നാൽ ആൻറ്റി പറഞ്ഞ പോലെ എല്ലാ ദിവസവും കുഴമ്പ് തിരുമ്മി കൊടുക്കുമായിരുന്നു അച്ചായന്. ഒരു ദിവസം, അച്ചായ ഇന്ന് കുഴമ്പ് വേണ്ട, ഞാൻ ഒന്ന് കൈവെക്കട്ടെ. അന്ന് കൈവച്ചു. നമ്മൾ കേട്ടായിരുന്നല്ലേ, 6-7 വർഷമായിട്ടുണ്ടായിരുന്നു നടുവേദന, ഹീലായി. ജീസസ് ക്രൈസ്റ്റ്. ഈ ദിവസങ്ങളിൽ അനേകരെ രക്ഷിക്കുവാനുള്ളവരാ നിങ്ങൾ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, അപ്പൊ കൃപാവരം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രസിദ്ധി ഉണ്ടാകത്തുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പറയുവാണ്. കാര്യം ഇത് പ്രസിദ്ധമാകാൻ വേണ്ടി ബൈബിൾ അങ്ങനെ തന്നെ പറയുക, പ്രസിദ്ധമാകാൻ വേണ്ടി. കണ്ടോ? കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ വാക്ക് എന്തുവാണ്? പൊതുപ്രയോജനം. തിമോത്തിയോസ് പറയുന്നത് കൊരിന്ത്യ പറയുന്നത് പൊതുപ്രയോജനം, തിമോത്തിയോസ് പറയുന്നത് പ്രസിദ്ധമാകാൻ വേണ്ടി. അപ്പൊ എസ്റ്റാബ്ലിഷ് ആകണോ സുവിശേഷം? കൃപാവരം ഉപയോഗിച്ചാൽ മതി. എസ്റ്റാബ്ലിഷ് ആകണോ? നിങ്ങൾ സാക്ഷ്യമായാൽ മതി. കൃപാവരം വേണം. പറഞ്ഞോട്ടെ, എന്തോ പറഞ്ഞു നമ്മൾ, പ്രസിദ്ധമാകേണ്ടതിന് കൃപാവരം ഉപയോഗിക്കണമെന്ന് പറ.
കൃപാവരം പ്രസിദ്ധമാകേണ്ടതിന് കൃപാവരം ആമേൻ ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി വീണ സിസ്റ്ററുടെ ഹസ്ബൻഡ് മുഖത്തെല്ലാം നീര് പാട്ട് കോട്ടയം മീറ്റിംഗ് വന്നു. അപ്പൊ സഹോദരി കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞായിരുന്നു. സഹോദരൻ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ദേഹത്തെല്ലാം നീരായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിരുന്നു. അന്നത്തെ ശുശ്രൂഷയിൽ ഒരു പ്രവചനം പോലും അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അതിലെ വഴിതെറ്റി വന്ന നിങ്ങൾ കണ്ടായിരുന്നല്ലേ, ആ ധ്യാന കേന്ദ്രത്തിന്റെ അകത്ത് വഴിവിട്ടി വന്ന രണ്ട് സഹോദരങ്ങൾ, ആ ഭാര്യയും ഭർത്താവും. എത്ര പേര് കേട്ടായിരുന്നു ആ ഭാര്യയുടെ പേര് വെളിപ്പെട്ടത്? എത്ര പേരത് കേട്ടായിരുന്നു? കണ്ടോ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് സത്യമായൊരു കൂട്ടായ്മയാണ്. കണ്ടോ, അദ്ദേഹം ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി കോട്ടയത്ത് വന്നതാ. ആ ധ്യാന കേന്ദ്രത്തിൽ ഏതോ ഒരു ഡോമെട്രിയിലെ റൂം എടുത്തത്. അതിൻ്റെ അകത്ത് റൂമുകൾ ഒത്തിരി ഉണ്ടല്ലോ അവിടെ. അപ്പൊ അവരിങ്ങനെ കുറെ ധ്യാനം നടക്കുമ്പോൾ സമയത്ത് ആ സഹോദരന്മാർ ആരും അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. അവിടെ കയറി ഇരിക്കും. ഓർത്തോനെ, ഒന്നും പറഞ്ഞിട്ടില്ല, വഴിതെറ്റി കയറി വന്നവരാ. പരിശുദ്ധാത്മാവ് ആ സഹോദരന്റെ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തി. അവർ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രതികൂലങ്ങളെ ദൈവം വെളിപ്പെടുത്തി. കണ്ടോ കൃപാവരത്തിന്റെ പ്രത്യേകത? കണ്ടോ ആ മനുഷ്യൻ? മറ്റേത് നമ്മൾക്ക് നാട്ടുകാർ പറയും ഇതെല്ലാം ചുമ്മാ ഡ്രാമയാന്ന് കളിയാക്കുന്നുണ്ട്, ഇതൊക്കെ ബ്രദർ തട്ടിപ്പാ, അതെന്തോ അവരെല്ലാം നാടകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ആ മനുഷ്യൻ എടുത്തു പറഞ്ഞോണ്ട്, ഞാൻ ആദ്യമായിട്ട് വരുവോടെ, ആരും വിളിച്ചിട്ട് വന്നതല്ല, ക്ഷണിച്ചിട്ട് വന്നതല്ല. കണ്ടോ, വഴിതെറ്റി വന്നതാ പുള്ളി. ആ മകളുടെ പേര്. അപ്പൊ ആ ബ്രദറിന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, ഞാൻ വന്നിട്ട് എന്നോട് ഒന്നും ഇടപെട്ടില്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം വീണ സിസ്റ്റർ പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ കേട്ടു, വീട്ടിൽ ചെന്നപ്പോഴേക്കും നീര് മൊത്തം വറ്റിപ്പോയി. കണ്ടോ, പേര് വിളിച്ചില്ലെന്നേ ഉള്ളൂ, ദൂത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ കർത്താവ് അവിടെ സൗഖ്യമാക്കി. വീട്ടിൽ ചെന്നപ്പോഴേക്കും നീര് മൊത്തം വറ്റിപ്പോയെന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. യേശുവിന്റെ കൃപ. കണ്ടോ, അപ്പൊ ദൈവം തൊടാതെ വിടത്തില്ല. പറയരുത്, പ്രവചനം കേട്ടില്ലെങ്കിൽ ഓർത്ത് ഭാരപ്പെടരുത്. അതിന്റെ അകത്ത് കേട്ട വചനം നിങ്ങളുള്ള ദൂതാണ്. ഒരു സ്പർശനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. സത്യം തന്നെയാണ്. ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസം 2-3 അല്ലാതെ അതിന് തന്നെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബൈബിളിൽ. എങ്കിലും ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് എനിക്കാണ് അടുക്കളയിൽ ചെന്ന് നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള നടുവേദനയും വണ്ടി അപകടവും എല്ലാം വന്ന് നട്ടല് ഒരു വശം തള്ളി നിൽക്കുക. എനിക്ക് നിൽക്കാൻ, ഞാൻ ആകെ കിടന്ന് നെളിവരി കൊള്ളു അടുക്കളയിൽ ചെന്ന് ജോലിക്ക് നിൽക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് ഈ പ്രാർത്ഥന ഞാൻ എന്ന് കേൾക്കാൻ തുടങ്ങി, അതിൽ പിന്നെ എനിക്ക് ആ വേദന ഇല്ല. ഇപ്പൊ ഞാൻ നല്ല സുഖമായിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യും. അത്രയ്ക്ക് ഞാൻ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ സഹോദര സാക്ഷി ഇപ്പൊ റെക്കോർഡ് ചെയ്ത സഹോദരി പറഞ്ഞു കേട്ടോ. നിങ്ങള് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുന്നതിന് മുമ്പുള്ള അനുഭവം കേട്ട സഹോദരി പറയും നട്ടലിന് വേദനയായിരുന്നു. എത്ര നാള് സിസ്റ്റർ ആക്സിഡന്റ് നിമിത്തം വേദന ഉണ്ടായിരുന്ന ബഡ്ജ് ചെയ്യുന്നത്? 8-9 വർഷത്തോളവും ഞാൻ ഈ വേദന തിന്നുകൊണ്ട് നടന്ന് എനിക്ക് ഒരു തരത്തി മേലാതെ. ഈ പ്രാർത്ഥന ഞാൻ എന്ന് കേൾക്കാൻ തുടങ്ങി, അതിൽ പിന്നെയാണ് എനിക്ക് നട്ടലിന് ആ വേദനയും പോയി. എനിക്കിപ്പോ നല്ല നിന്നാൽ എനിക്ക് കഴിക്കത്തില്ല. മറ്റേ ഞാൻ എളുപ്പം ഇരിക്കണം, ഇച്ചിരി നേരം അടുക്കള ജോലി ചെയ്ത് വെച്ച് എല്ലാവരുടെയും വീട്ടിൽ നിൽക്കുന്നതല്ലേ, നമുക്ക് എപ്പോഴും ഇരിക്കാനും കിടക്കാനും ഒക്കത്തില്ലല്ലോ. ഒരു കുറച്ച് ജോലി ചെയ്യും, എന്നിട്ട് കസേര ഇരിക്കും, പിന്നെയും ജോലി ചെയ്യുക. അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് ഇരിക്കണ്ട, ജോലി മൊത്തം ഞാൻ തീർത്ത് ഞാൻ ഇറങ്ങുന്നു. ഞാൻ ഈ സാക്ഷി എന്നുള്ള സൗകര്യം പറഞ്ഞപ്പോ റെക്കോർഡ് ചെയ്യുന്നറിയാവോ? ഇത് കേൾക്കുന്ന അനേകരുണ്ട്. കണ്ടോ, ഇപ്പൊ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, സഹോദരി അതികഠിനമായ വേദനകൾ, അതുപോലെ ബൾജി നിൽക്കുമായിരുന്നു ബാക്കിൽ. 8-9 വർഷമായിട്ട് യേശു തൊട്ടു. കണ്ടോ, അപ്പൊ കൃപാവര ശുശ്രൂഷയ്ക്ക് പ്രത്യേകത എന്തുവാ? ആ സഹോദരി പറഞ്ഞോട്ടോ, ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഒരു പ്രശ്നവുമില്ല. കർത്താവ് തൊട്ടത് കണ്ടോ. ഇതാണ് കൃപാവരത്തിന്റെ ശുദ്ധി. ഒഴിവാക്കാൻ പറ്റത്തില്ല പ്രിയരെ. വചനം മാത്രമല്ല വിശ്വാസ ജീവിതം, വചനവും ആത്മാവിന്റെ പ്രവൃത്തിയും ചേരുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തിയല്ല, ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മ പ്രവൃത്തികളാണ് പുസ്തകം. അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നാട്ടിൽ നമ്മുടെ പ്രാർത്ഥന നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ കൈവപ്പ് ശുശ്രൂഷകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. കൈവപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, ജ്വലിപ്പിക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ജ്വലിപ്പിക്കണം. അനേകർക്ക് അത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം, വിശ്വാസം, അതാണ് ദൈവം ഈ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള ഒരു പേര് ദൈവാത്മാവ് തന്നു.
ഈ പേര് തന്ന സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്തിന് പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വൈഫ് അൻസിസ്റ്റർ ഇങ്ങനെ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ഒരു ദർശനം തരും. അങ്ങനെ തന്നൊരു ദർശനമാണ് ദൈവാത്മാവ്. ആദ്യം നമ്മൾ ചുമ്മാ ഒരു പേരിട്ടായിരുന്നു, ചുമ്മാ ഒരു പേരിട്ടു. പക്ഷെ പരിശുദ്ധാത്മാവ് ദർശനത്തിനൊരു പേരിടും. അങ്ങനെ ഇട്ട പേരാണ് ട്രൂ ലൈറ്റ് ജനറേഷൻ. ദൈവാത്മാവ് പറഞ്ഞ അനേക തലമുറകളെ എണീപ്പിക്കാൻ വേണ്ടി പോകണ്ടോ. ഇന്ന് ഇതിൻ്റെ അകത്ത് വന്നവരെ നിങ്ങളെ എണീപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവിന് പ്ലാൻ. അനേകർക്ക് അതിനുവേണ്ടിയാണ് ഈ കൂട്ടായ്മയെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, ബ്രദർ നിർമ്മിച്ചതല്ല, ദൈവാത്മാവ്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ സാക്ഷ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ലോകമെമ്പാടും. ദൈവം പറഞ്ഞ വാക്യത, ലോകമെമ്പാടും ഇതറിയും. കണ്ടോ, ലോകമെമ്പാടും. ഇത് പറയുന്ന സമയത്ത് 0 അഡ്രസ്സിൽ തുടങ്ങുന്നത്. 0 ഇതിന്റെ പേര് മാത്രം, ഈ എംബ്ലവും പേരും അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് 2 പേരാണെങ്കിലും തന്നതിന്റെ കാരണം ആ ജനറേഷനെ ദൈവം തൊടാൻ വേണ്ടിയാണ്. കണ്ടോ, അപ്പൊ പരിശുദ്ധാത്മാ മറ്റുള്ള ദൈവഹിതമല്ലാത്ത പൗലോസഭാക്കൊണ്ട് നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അവിടെ ഇവിടെ എല്ലാം പോയി നിൽക്കുക. ജീവിതം ഒന്നോ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ജീവിതം ഒന്നേ ഉള്ളെന്ന് പറ. ഒറ്റ ജീവിതം നമുക്കുള്ളൂ. വെറുതെ സമയം കളയാൻ, എന്നിട്ട് യൗവനം തുച്ഛീകരിക്കരുതെന്ന പൗലോസ് പറഞ്ഞത്. ഒറ്റ ജീവിതമുള്ളൂ. നമ്മുടെ ആയുസ് തിരിച്ചു കിട്ടത്തില്ല. പറയേ, നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ. ഒറ്റ ജീവിതം. ഇത് ചുമ്മാ നമുക്ക് കളയാനുള്ളതല്ല. അവിടെ ഇവിടെ എല്ലാം പോയിരുന്ന അതും ഇതും എല്ലാം കേട്ട് എന്തിനാണ് ഈ ജീവിതം അവസാനിപ്പിക്കുന്നത്? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നെഞ്ചും പിരിച്ച്, കർത്താവേ നല്ലവർ പൊരുതി കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓടി കേട്ടോ, എനിക്ക് കർത്താവിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റി കേട്ടോ എന്ന് അവിടെ നിന്നുകൊണ്ട് അനേക ആത്മാക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ യേശുവിന്റെ മുമ്പിൽ നിൽക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് രോഗികളെ, എന്നാ സഹോദരി പറഞ്ഞതുപോലെ 9 വർഷമായിട്ട് ആക്സിഡന്റ് നിമിത്തം നട്ടലിന്റെ അവിടെ ഒരു ബൾജ്, വല്ലാത്ത വേദന, അടുക്കളയിൽ പോയി ജോലി, അസഹ്യമായ വേദന. അതേപോലെ ഭാരപ്പെട്ട ആളെ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. യേശു തൊട്ടു, യേശു തൊട്ടു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ധൈര്യത്തോടെ കൈവച്ച് അകത്തിരിക്കുന്ന രോഗസൗഖ്യ വരം ഒന്ന് ജ്വലിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥന ഇപ്പം വലിയ മീറ്റിങ്ങിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ പ്രയർ സ്റ്റേഷൻ പ്രാർത്ഥന നിങ്ങളെ കൊണ്ട് ഞാൻ കൈവെപ്പിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്നതിനെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാ. എപ്പോഴും ബ്രദർ പ്രാർത്ഥിക്കാൻ നിൽക്കാതെ അകത്തിരിക്കുന്നതിനെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രയർ സ്റ്റേഷനിൽ എല്ലാവരെ കൊണ്ടും കൈവെപ്പിക്കുന്നത്. ചാടി ചാടി നിന്നോണം. ആ കൃപാവരമൊക്കെ ജ്വലിച്ച് കിട്ടിയാൽ പിന്നെ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ. ആമേൻ. താങ്ക് യു ജീസസ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ ഞങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാണപ്പ. ഒന്ന് പറഞ്ഞ്, അനേകർക്ക് ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, അഭിഷേകത്തിന്റെ ഒരു തീ അവരുടെ മേൽ കത്തട്ടെ. ഓ റാസ്മേറ്റേരി ലംഷേറ്റേരിയ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം, ഈ മാർച്ച് എന്ന് പറയുന്ന മാസവുമായിട്ടൊരു കണക്ഷൻ ഈ സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുക. ഈ സന്ദീപുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഈ സന്ദീപുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഇന്ന് സൂമിലോ ലൈവിലോ ഏത് പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് ആ കുടുംബവുമായിട്ട് കേൾക്കുന്ന വ്യക്തി ഇരിക്കുന്നത്, ഇന്ന് കുടുംബത്തിന് മേൽ കർത്താവിന്റെ പ്ലാൻ വെളിപ്പെടാൻ വേണ്ടി. മോന്റെ വീട്ടിന്റെ അയൽവക്കത്താണ് ഈ സിസ്റ്ററെ, മാർച്ച് മാസവുമായിട്ട് ബന്ധമുള്ള വ്യക്തി ആരാ അതിന്റെ അകത്ത്? അതറിയില്ല, ബ്രദർ ചോദിക്കണം, അന്വേഷിക്കും കേട്ടോ. ആ ബ്രദർ, ഞാൻ മാർച്ച് മാസം ജനിച്ചതാണ്. എന്റെ കൂട്ടുകാരത്തി, എന്റെ പ്രാർത്ഥനയിലുള്ള രമ്യയുടെ ഭർത്താവ് സന്ദീപ്, ഇപ്പൊ മറ്റേ ഈ ഗ്രൂപ്പിലെ ഒരു സാറ് മരിച്ചില്ലേ, റോയ് എന്ന് പറഞ്ഞ, ആ ഇതില് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അവര് ആ ജോലിയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യവും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു ബ്രദറെ. ഇത് പ്രാർത്ഥിച്ചു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആ വലിയ അത്ഭുതത്തെ അവരുടെ മേൽ റിലീസ് ചെയ്യും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവ്, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പാ.
അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ രുക്മിണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. രുക്മിണിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വീടിന്റെ വീടിന്റെ മുൻവശത്തായിട്ട് തന്നെ വലിയൊരു മാവ് നിൽക്കുന്ന ഒരു കാഴ്ച, ഒരു അടയാളമായി കാണാം. വീടിന്റെ മുൻവശമായിട്ട് വലിയൊരു മാവ്, അത് ആ നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ എടുത്തിനോട് പറയാം, ആ നിൽക്കുന്ന സമയമാണ് എന്നെ കാണിക്കുന്നത്. ആ രുക്മിണിയുമായിട്ട് ബന്ധപ്പെട്ട് രുക്മിണിയുടെ ഭവനത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ഒരു വിഷയം. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട, രുക്മിണിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ നബറുടെ മേൽ സ്വാധീനം ചൊലിപ്പിക്കുന്നത്, ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യുക. ആ ഭവനത്തിന്റെ മേൽ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ ഒരു രുക്മിണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോട് സുവിശേഷം പറയാനായിട്ട്. അവരുടെ വീടിന്റെ മുമ്പിലാണ് സിസ്റ്ററെ വലിയൊരു മാവ് നിൽക്കുന്നുണ്ട്. വലിയൊരു മാവ് നിൽക്കുന്നുണ്ട്. വലിയ പ്രതികൂലത്തിൽ കൂടി കടന്നു പോണ ഭർത്താവ് അവര് സെപ്പറേറ്റ് ആണ്. 2 പെൺമക്കളായിട്ട് അവര് വേറെ താമസിക്കുന്നു. ഭർത്താവ് അവരുടെ സ്വന്തം വീട്ടിലും ഇവര് വാടക വീട്ടിലുമാണ്. ഭർത്താവ് ഈ വീടിന്റെ അകത്താണോ പറഞ്ഞത്? ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അകത്താണോ ഈ മാവ് നിൽക്കുന്ന പറഞ്ഞത്? അതെ അതെ, അവര് അമ്മയും മക്കളും താമസിക്കുന്ന ആ വീടിന്റെ മുറ്റത്താണ് ഈ മാവ് നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ അകത്ത് 18 വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ ഒരു പ്രതിസന്ധിയാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. ആ കുടുംബത്തെ ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് കുടുംബ ബന്ധത്തെ വിള്ളലേൽപ്പിച്ചിരിക്കുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പ് കയറിക്കൂടിയ ഒരു വിഷയമാണ്. ഈ രുക്മിണിയുടെ ഭവനത്തിന്റെ അകത്തിരിക്കുന്നത് ഇടർച്ച കൊണ്ടുവന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനുവേണ്ടി ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പ. നന്മയാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ രക്ഷ വരുന്നല്ലോ. ഓ യേശുവേ, ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞാൻ ഇന്ന് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കുടുംബത്തിന്റെ അകത്ത് ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ ഒരു വെള്ള കുതിരയുടെ ഒരു ചിത്രം ഒരു ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഹോൾ ഉണ്ടല്ലോ, വീടിന്റെ അകത്തോട്ട് കയറുന്ന ആദ്യത്തെ ഹോള്, അത് ഈ ഒരു ട്രെയിനിന്റെ ഷേപ്പിലിരിക്കുന്ന ടൈപ്പ്, അതായത് ട്രെയിനിന്റെ ബോഗി പോലെ നീണ്ടിരിക്കുന്ന ഒരു ഹോളാണ് ഇതിന്റെ ഹോള്. അതായത് ഭയങ്കര വിശാലമായ ഹോളല്ല, നീണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് വീതിയിലല്ല, നീളത്തിലിരിക്കുന്ന ഒരു ഹോളാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു കാഴ്ച കാണുന്നു. അവിടെ തലമുറയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി സംഭവിക്കുന്നു. ഈ ചിത്രം ഇരിക്കുന്ന ഭവനമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ തന്നെ ഈ നമ്മൾ ദേഹത്ത് ധരിക്കുന്ന സ്വർണ്ണ, ഈ മറ്റേ മാല പോലത്തെ എന്തോ ഒരു സാധനം, ഈ അങ്ങനത്തെ ഒരു സാധനം, ഈ പൊട്ടിയതാണോ അത് ഊരി വെച്ചിരിക്കുന്നതാണോ എനിക്ക് അറിയത്തില്ല. അത് സ്വർണമാണോ അത് മറ്റെന്തെങ്കിലും ആണെന്ന് അറിയത്തില്ല. അതുപോലത്തെ ഒരു സംഭവം ദേഹത്ത് ധരിച്ചിരുന്നതാണ്. അതവിടെ ഊരി ആ തട്ടയെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് അത് ഏത് ഭവനത്തിലാണോ ഈ അടയാളമുള്ളത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ തലമുറയെ ഇന്ന് ലോക്ക് ചെയ്തിരിക്കുന്നതിനെ അൺലോക്ക് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാൻ ഇനി വാക്കുകളില്ല, എല്ലാം തീർന്നു, സ്റ്റോക്ക് തീർന്നു. ഇന്ന് ഇതിൻ്റെ അകത്ത് ആ അടയാളം ഉള്ള ഭവനം ഏതാണോ, ഏത് കുടുംബത്തിലാണോ, ഇപ്പോൾ തന്നെ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ യേശുവിന്റെ പറഞ്ഞു. ഞാൻ സാൻഡ്രയാണ്. പാസ്റ്റർ പറഞ്ഞപ്പോ ഞങ്ങൾ കയറുന്ന ഇത് ഇത്രയും നീട്ടത്തിൽ ബോഗി പോലെയാണ്. എന്റെ മകള് വരച്ച ഒരു ഇതാണ്. കുതിരയുണ്ട്, വലിയൊരു കുതിര, ചെറിയ കുതിര, വെള്ളക്കുതിരയാണ്. സ്വതന്ത്രം. സിസ്റ്ററെ, ഈ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പാസ്റ്റർ, ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. ആദ്യമായിട്ട് പ്രാർത്ഥന കയറിയ ആണ്. വീഡിയോ വല്ല ഓൺ ആക്കിയാ സിസ്റ്റർ? ഞങ്ങൾ അതിന്റെ അകം വല്ലതും കാണാൻ വല്ല വഴിയുണ്ടോ? ഇപ്പോഴല്ല, ഇതിനു മുമ്പ് ഓൺ ആക്കിയായിരുന്നോ? ഇല്ല. അതായത് ഞങ്ങൾക്ക് ഇപ്പൊ വീട് കാണാനോ ആ പടം കാണാനോ ഒരു സാധ്യത ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ, വെളിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതായത് സിസ്റ്റർ പറയുന്നത് ഈ സിസ്റ്ററുടെ ഭവനത്തിലാണ് ഇരിക്കുന്ന ട്രെയിനിന്റെ ബോഗി പോലിരിക്കുന്ന, അതായത് നീണ്ടിരിക്കുന്ന ഹോളും കുഞ്ഞ് വരച്ച ഫോട്ടോ അല്ലേ? മോള് വരച്ച ഫോട്ടോ.
ഒരു വലിയൊരു കുതിരയുണ്ട്. അത് ഗ്രേ കളർ, പിന്നെ വെള്ള കുതിര, അതിന്റെ ഒരു ചെറിയ വെള്ള കുതിര, അത് വെള്ള കുതിര തന്നെ. മോള് വരച്ചതാണ്. അതിങ്ങനെ നമുക്ക് കിട്ടും, എന്നിട്ട് അതിൽ പെയിന്റ് അടിച്ചാൽ മതി. അപ്പൊ ആ കുതിര വെള്ള കുതിരയായിട്ട് വെച്ചിരിക്കുന്നു. ഇന്ന് ഭവനത്തിന്റെ മേൽ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ആ സഹോദരി മാത്രം ഒന്ന്, ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ആലോചനയാണ്. ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? ഇപ്പൊ പറയാൻ നിന്ന സഹോദരി മാത്രം മ്യൂട്ട് മാറ്റല്ലേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കാൻ പറ്റുന്നുണ്ട് പാസ്റ്റർ. ഇന്ന് കർത്താവോട് പറയുന്ന കുടുംബത്തിന്റെ ദുഃഖം സന്തോഷമാകാൻ വേണ്ടി പോവാ. ഓടി അലഞ്ഞു, പലരുടെ മുമ്പിൽ നിന്നു, അവരെല്ലാം കൈവിട്ടു. പലരും പരിഹസിക്കുവാണ്. ഇനി സഹായം ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക. കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു, ശൂന്യമാക്കിയ പടകിൽ നിറവ് വെളിപ്പെടാൻ വേണ്ടി പോവാ. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, പത്രോസ്ലീഹായുടെ പടക് നിറച്ചപ്പം മറ്റു പടകിൽ നിന്നുള്ള ആളുകളെയും കൂടെ വിളിച്ചു വരുത്തി വല കീറുമാറ് നന്മ വന്നതുപോലെ ഭവനത്തിൽ നന്മ വരാൻ വേണ്ടി പോവാ. വലിയൊരു സ്വസ്ഥത വരുത്താൻ വേണ്ടി പോവാ കേട്ടോ. ഓ യേശുവേ, ദൈവത്തിന്റെ സമാധാനം വാഴാൻ വേണ്ടി പോവാ. ഇന്നെ ആദ്യം കുടുംബത്തിന്റെ അകത്തു നിന്നും സമാധാനം ഉണ്ടാകും. രണ്ടാം സമാധാനത്തിന്റെ അകത്ത് സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഞാൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ യേശു, അലഞ്ഞത് മതി കേട്ടോ. ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇന്ന് കെരിയ തോട്ടിൽ ഇരുന്നപ്പം എലിയാവിന് വേണ്ടി നന്മ വന്നതുപോലെ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ഓ യേശുവേ, ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡോറ് തുറക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോയിട്ട് ആ വ്യക്തിയുടെ പേരൊന്ന് കുറിച്ചോണേ. കേൾക്കുന്നുണ്ടോ? ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തി മുഖാന്തരമായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തി തന്നെ ആയിരിക്കാം. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വാതിലിനെ തുറക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി പോകട്ടോ. ഇത് ദൈവത്താലാണ് ആ വ്യക്തിയെ ദൈവം ഏർപ്പാടാക്കിയെന്ന് അറിയാൻ വേണ്ടിയാണ് മുൻകൂട്ടി പ്രവചനം പറയുന്നത് കേട്ടോ. ആമേൻ പറഞ്ഞതിനെ പിടിച്ച് ഹലോ ബ്രദർ. ഹലോ ബ്രദർ, ഫിലിപ്പ് എന്റെ മകനാണ്. അല്ല സിസ്റ്റർ, ഈ പറയുന്ന സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്കറിയാം ആലോചന വരുമ്പോൾ നിങ്ങൾ ഒത്തിരി പേരുമായിട്ട് റിലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ സഹോദരിയുടെ മാത്രം ഞാൻ മ്യൂട്ട് മാറ്റാൻ പറഞ്ഞത്. അതുകൊണ്ട് കേട്ടോ, ഈ സഹോദരി ആയിട്ട് മാത്രം അത് സിസ്റ്റർ ആമേൻ പറഞ്ഞൊന്ന് പിടിച്ച്. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നല്ലേ? ആദ്യമായിട്ടാണ് കയറുന്നല്ലേ? ഇൻ ദ നെയിം ഓഫ് കർത്താവ് തൊട്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, കർത്താവിന് നിങ്ങളുടെ ഇതാണ് കൃപാവര ശുശ്രൂഷയുടെ പ്രത്യേകത. ജ്വലിപ്പിക്കണം. നിങ്ങളുടെ അകത്തുണ്ടെന്നേ, അകത്തുള്ളതിനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ആ സഹോദരന്റെ വീടുണ്ടല്ലോ, അവരുടെ വീടിന്റെ അകത്ത് വർഷങ്ങളായിട്ട് അവര് ബ്ലോക്കായി കിടക്കുമായിരുന്നു. ആ കൃപാവരത്തിലൂടെ തമ്പുരാൻ ആ ബ്ലോക്കിനെ അൺലോക്ക് ചെയ്യുന്നത് കൊണ്ടോ. ജീസസ് ക്രൈസ്റ്റ്, എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവാ. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെ, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകളെ, ഹീലിങ്സുകളെ, ഡെലിവറൻസുകളെ ദൈവം അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഒരു സുരേഷിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. സുരേഷിന്റെ ഭവനത്തിൽ ജൂൺ മാസവുമായി ബന്ധമുള്ള ഒരു സുരേഷിന്റെ ഭവനം. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ, ഹോളിൽ തന്നെ ഒരു മാതാവിന്റെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മാതാവ്, ജീവിച്ചിരുന്ന ഒരു മാതാവ്, ആ മാതാവിന്റെ ഒരു ചിത്രം ആ ഭവനത്തിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്, ഒരു അമ്മയുടെ ചിത്രം. ആ കുടുംബം, സുരേഷിന്റെ ഭവനം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് ഏറ്റെടുത്ത് ദൈവം വിശാലമാക്കാൻ വേണ്ടി പോവാ. ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ? ഏതാ? എന്റെ തൊട്ടടുത്ത വീടാണ് സുരേഷ്. എന്റെ തൊട്ടടുത്ത വീടാണ് സുരേഷിന്റെ വീട്. അവരുടെ വീട്ടിൽ മാതാവിന്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പൊ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, അവർ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്. ഈ ജൂൺ മാസവുമായിട്ട് എന്നാ ബന്ധം അവർക്ക്?
അതെനിക്ക് അറിയില്ല. നാളെ ഞാൻ അവരോട് ചോദിക്കണം കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ചോദിക്കണം. ജൂൺ മാസമായിട്ട് നിങ്ങൾക്ക് എന്നാ ബന്ധമെന്ന് ചോദിക്കണം. എന്നിട്ട് അവിടെ പറയണം, ഇതുപോലെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടതാണ്, ആ കുടുംബത്തിന്റെ മേൽ അനർത്ഥങ്ങളിലും ദൈവം വിടിവിക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഈ സമയത്ത് എനിക്കൊരു സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ളവര് സ്വന്തം കൈ എടുത്തിട്ട് ശരീരത്തിലോട്ടൊന്ന് വെച്ച് ഈ കൂട്ടത്തിൽ കൈവച്ചു കൽപ്പിച്ച്, ഇന്ന് എന്റെ അത്ഭുതമാണ്, ഇന്ന് എന്റെ അത്ഭുതമാണ്, ഇന്ന് എന്റെ അത്ഭുതമാണ്. യേശു എന്റെ രോഗത്തെ വഹിച്ചു, അതുകൊണ്ട് ഞാൻ വഹിക്കത്തില്ല. യേശു എന്റെ വേദന ചുമന്നു, അതുകൊണ്ട് ഞാൻ വേദന ചുമക്കത്തില്ല. യേശു എനിക്ക് വേണ്ടി വേദന ചുമന്നു മാറ്റിയത് കൊണ്ട് രോഗമേ നിന്നെ ഞാൻ ചുമക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, രോഗമുള്ളവരെ, വേദനയുള്ളവരെ, ഏത് രോഗമായിക്കോട്ടെ, ചെറുതും വലുതുമായ വേദന ആയിക്കോട്ടെ, പറഞ്ഞ് എനിക്ക് വേണ്ട. അങ്ങനെ തന്നെ ഒന്ന് പ്രതികരിച്ച് കള്ളപ്പിശാച്ച് കേൾക്കട്ടെ, നിന്റെ രോഗം നീ തന്നെ എടുത്തു, എനിക്ക് യേശുവിന്റെ സൗഖ്യം മതി. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ വേദന ചുമന്നു, യേശുവിന്റെ രോഗം വഹിച്ചു. ഞാൻ ചുമക്കത്തില്ല, ഞാൻ ചുമക്കത്തില്ല, ഞാൻ വേദന ചുമക്കത്തില്ല. പറഞ്ഞുകൊണ്ടിരുന്നേ, കൽപ്പിച്ചുകൊണ്ടിരുന്നേ, ഇപ്പൊ സൗഖ്യമാണ്. ഞാൻ ഇതിന് ശേഷം ചോദിക്കും. ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ആക്കാം. ഇന്നലെ നമ്മൾ കേട്ടായിരുന്നല്ലോ സൗകര്യം പറഞ്ഞതുപോലെ. ഇതിന്റെ എന്താ പറഞ്ഞത്, ആ ചുഴലിയുടെ ബുദ്ധിമുട്ടായി പാർപ്പെടുന്ന സഹോദരി പറഞ്ഞതുപോലെ, മരുന്ന് കഴിച്ചില്ലെങ്കിൽ കൈ കോച്ചുമായിരുന്നു, യേശു തൊട്ടു. അതുപോലെ എന്റെ പ്രിയരെ, കാഴ്ചയുടെ കുറവ് സഹോദരി പറഞ്ഞിട്ടില്ലേ, കണ്ണാടി വച്ചാലേ വായിക്കാൻ പറ്റത്തുള്ളായിരുന്ന ലോകം പറഞ്ഞത്, കണ്ണാടി ഇല്ലാതെ കാഴ്ച കിട്ടി. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, ഇന്ന് പറഞ്ഞ് എന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് അത്ഭുതമാണ്, ഇന്ന് അത്ഭുതമാണ്, ഇന്ന് അത്ഭുതമാണ്. ആ കാഴ്ച പ്രാപിക്ക്, കേൾവി പ്രാപിക്ക്, ആ ഊമർ സംസാരിക്ക്. യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിന്റെ മേൽ അസ്ഥികൾ ജീർണിച്ചു പോയത്, ദ്രവിച്ചു പോയത്, പ്രവർത്തനരഹിതമായ ആന്തരിക അവയവങ്ങൾ, പുതിയ കിഡ്നി ഉണ്ടായി വരട്ടെ, പുതിയ ഹാർട്ടുകൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ആ വ്യക്തികളുടെ ശരീരത്തിന് മേൽ, ഇന്ന് ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഇന്ന് ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന എൻ്റെ കർത്താവിൽ പ്രിയരെ, സ്വന്തം ശരീരത്തിലോട്ട് ആ കൈ എടുത്തു വെച്ചിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ സകല രോഗങ്ങളും കർത്താവ് ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ സകല വേദനകളും യേശു ചുമന്നു, അതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. ധൈര്യമായിട്ടൊന്ന് പറഞ്ഞ്, യേശു എൻ്റെ രോഗം ചുമന്നത് കൊണ്ട് ഞാൻ ചുമക്കത്തില്ല. യേശു എൻ്റെ വേദന വഹിച്ചതുകൊണ്ട് ഞാൻ വഹിക്കത്തില്ല. ഞാൻ ഇന്ന് യേശുവിൻ്റെ അത്ഭുത സാക്ഷ്യമാണ്, അത്ഭുത സാക്ഷ്യമാണ്. ഇന്ന് ആ വേദന ക്യാൻസൽ ആവുക കേട്ടോ. ശരീരത്തിൽ നിന്ന് ആ വേദന ക്യാൻസൽ ആകുവാണ്. ആ വേദന ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ആ രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുരാത്മാവിന്റെ പ്രവർത്തികൾ, കുടുംബത്തിന്റെ മേൽ സമാധാനമില്ലാതെ കലഹത്തെ ഉണ്ടാക്കി, ഇടർച്ച വരുത്തി, ഫാമിലി ലൈഫിൽ പോലും ഇടർച്ചകൾ ഉണ്ടാക്കി, കുടുംബജീവിതത്തെ ചെതർപ്പിച്ച ദുരാത്മ ഈവിൾ സ്പിരിറ്റുകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. ആ കടഭാരത്തിന്റെ അകത്ത് ഞെരുങ്ങി മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫ്രീ ആകട്ടെ. ആ സാമ്പത്തിക കുരുക്കുകൾ ഇപ്പോൾ തന്നെ കെട്ടഴിയുന്നത് പോലെ അഴിയട്ടെ. കുടുംബത്തിന്റെ അകത്ത് കർത്താവെ, തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന ഭവനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ഡോറുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തെ നശിപ്പിക്കുന്നതിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനം വാഴട്ടെ, സമാധാനം വാഴട്ടെ, സ്വസ്ഥത വാഴട്ടെ, അത്ഭുതം വാഴട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത്ഭുത കരം വെളിപ്പെടുന്നില്ല. അത്ഭുത സാക്ഷ്യമാകുക. ആ ശരീരം ഇപ്പൊ ഫ്രീ ആകുക, കുടുംബം ഇപ്പൊ ഫ്രീ ആകുക. ആ തലമുറകളുടെ മേൽ അത്ഭുതം സംഭവിക്കുക. ആ തടസ്സങ്ങൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ വെട്ടിമാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. ആ ഫിനാൻസ് തുറന്നു വരട്ടെ, ഫിനാൻസ് തുറന്നു വരട്ടെ. ആ സാമ്പത്തിക കുരുക്കുകൾ അഴിയട്ടെ. എത്ര കൊണ്ടുവന്നിട്ടാലും തികയാത്ത മേഖലകൾ, സമാധാനമില്ലാതെ അലയുന്ന അവസ്ഥകൾ ഇപ്പോൾ അത്ഭുതമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് ചെക്ക് ചെയ്തേ, ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്തേ. ദൈവത്തിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു.
ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ചിരുന്ന് സാക്ഷ്യം കേൾക്കാം. ഈ സമയത്ത് സാക്ഷ്യത്തിന്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ മാസം ഞാൻ പറഞ്ഞില്ല, വിതയ്ക്കുന്നതിന്റെ മാസമാണ്. സാലറി കിട്ടുമ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിൽ കർത്താവെ എനിക്ക് വിതയ്ക്കണം, ദൈവരാജ്യത്തിൽ എന്തെങ്കിലും കൊടുക്കണം. കാര്യം എന്നറിയാമോ, ഞങ്ങൾക്ക് മാർച്ചിൽ പ്രാർത്ഥന വരിക. ഏറ്റവും നല്ല ഓഡിറ്റോറിയം, നല്ല രീതിയിലെല്ലാം നടക്കണം. ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്ക് വേണം. അപ്പം അതിനുവേണ്ടി എൻ്റെ വിതയെ ദൈവം ഉപയോഗിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് വിതച്ച് കർത്താവ് ഇന്ന് വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജോലിയിൽ അവർക്ക് ലഭിച്ച ദശാംശങ്ങൾ അവർ മാറ്റിവെച്ച് വിതച്ചതിനെല്ലാം അനുഗ്രഹിക്കുന്നപ്പ. ചെറുതെന്നോ വലുതെന്നോ ഇല്ല കർത്താവ്, അവരുടെ പ്രാപ്തിക്ക് മീതെ വിതച്ചതാണപ്പ. ഞാൻ അതിനെ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ വിതയ്ക്കുന്നവൻ കൊയ്യും. ദിനവൃത്താന്തക്കാരൻ പറഞ്ഞ കർത്താവെ അങ്ങിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തന്നെ തരുന്നതാണ് എൻ്റെ ദശാംശം. കർത്താവ് കൊടുത്ത നന്മയാണല്ലോ അപ്പ, അതിൻ്റെ അകത്തുനിന്ന് വിതച്ചതാണല്ലോ അപ്പ. പാഴായി പോകത്തില്ല. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്ക്രീനിൽ കാണാൻ പറ്റും. വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സ്ക്രീനിൽ അതിന്റെ നോട്ടീസ് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വിതയ്ക്കാവുന്നതാണ്. മറക്കരുത്, മാർച്ച് മാസം 2026 ഈ വരുന്ന മാർച്ച് മാസം. ഇനി നമുക്ക് ഒരു മാസം കഷ്ടിയെ നമ്മുടെ മുമ്പിൽ, ഒരു മാസം ഇല്ല. മാർച്ച് മാസം 31 തീയതി കണ്ണൂര് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ ഞാൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കുവാനും. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് 6 തീയതി ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ക്രിസ്തുവിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഞാൻ വരുന്നു പറയാൻ കാര്യം, പല ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് ബ്രദർ വരുന്നില്ല എന്നാണ്. പക്ഷെ ഞാൻ വരുന്നുണ്ട്, കർത്താവ് എന്നെ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് എന്നെ അയക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന അവസരമാണ്. തിരുവനന്തപുരത്ത് 6 തീയതി ഏപ്രിൽ മാസം പോസ്റ്റർ അവിടെയുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. തിരുവനന്തപുരത്ത് ഒരുമിച്ച് നമുക്ക് കാണാം. പ്രവചന ശുശ്രൂഷയും രോഗസൗഖ്യ ശുശ്രൂഷയും കൃപാവര ശുശ്രൂഷയിലൂടെയും ദൈവം തന്റെ വചനത്തെ ഉറപ്പിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വരിക. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസിലൂടെ കൊണ്ടുപോകും. ദൈവാത്മാവിന്റെ ശുശ്രൂഷ കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് തൊടുപുഴയിലുണ്ട്. തൊടുപുഴയിലെ ഹോളിന്റെ കാര്യം 2 ദിവസങ്ങളിൽ പറയാം. ഇതേ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് തൊടുപുഴയിലെ മീറ്റിംഗ് തന്നെ വരുന്നത്. അതിന്റെ കാര്യങ്ങളെ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കണം മീറ്റിങ്ങിന് വേണ്ടി. ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരണം, രോഗികളെ കൂട്ടിക്കൊണ്ടുവരണം, അവരോട് പറയണം, അവരെ പ്രാർത്ഥിച്ചു കൊണ്ടുവരണം, സാക്ഷ്യമാക്കി കൊണ്ടുപോകാം അങ്ങോട്ട്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് എനിക്ക് കർത്താവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുത സൗഖ്യമുണ്ടായി, എനിക്ക് വലിയൊരു സാക്ഷ്യമുണ്ടായി എന്ന് പറയുന്നവർ, പൂർണ്ണമായൊരു വിടുതൽ എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നവർ മാത്രം ഉള്ളവര് മ്യൂട്ട് മാറ്റി സാക്ഷ്യം പറഞ്ഞു സിസ്റ്ററെ. ഹലോ, സ്തോത്രം ബ്രദറെ. എനിക്കൊരു എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യം പറയാനുണ്ട്. എന്റെ കുഞ്ഞിനാണെങ്കിൽ കണ്ണിസൂക്കേട് വന്നപ്പോ 1.5 ആഴ്ചയോളം ഭയങ്കര സീരിയസ് ആയിരുന്നു. കുഞ്ഞിന് കണ്ണീന്ന് വെള്ളം ഒഴുകലോ, കണ്ണ് ഭയങ്കര ചുവന്നിരിക്കല് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കണ്ണിൽ മരുന്ന് വെച്ചിട്ടൊന്നും സൗഖ്യമായില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു 1 മാസം കുഞ്ഞിന് റെസ്റ്റ് എടുക്കണം, ഒരു മാസം റെസ്റ്റ് എടുത്താലാണ് കുഞ്ഞിന് കണ്ണിസൂക്കേട് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എന്റെ ഹസ്ബൻഡ് പാസ്റ്ററിനെ വിളിക്കാൻ ഇടയായി. അപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബ്രദറിന് പാസ്റ്ററിനെ ഇപ്പൊ വിളിക്കണ്ട, പാസ്റ്റർ ബിസി ആയിരിക്കും എന്ന് പറഞ്ഞു. ഒറ്റ ബെല്ലിന് തന്നെ ബ്രദർ ഫോൺ എടുത്തു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം 1.5 ആഴ്ചയാണ് സത്യം പറഞ്ഞ കൊച്ചി ഇരുന്നോളൂ. 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ കൊച്ച് തിങ്കളാഴ്ച ഈ മിനിഞ്ഞാന്ന് തൊട്ട് കുഞ്ഞ് സ്കൂളിൽ പോവാൻ തുടങ്ങി. വലിയൊരു അത്ഭുത സാക്ഷിയായിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറയൂ എന്ന് പറഞ്ഞു, സഭയിൽ പറയൂ എന്ന് പറഞ്ഞു. ഞാനത് പറയുകയും ചെയ്തു ബ്രദറെ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. പ്രിയമാ കുഞ്ഞിനെ ദൈവ സൗഖ്യമാ കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. ഇനിയും കർത്താവ് അത്ഭുത സാക്ഷികൾ നിറയ്ക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളെ നമുക്ക് രാവിലെ അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. നാളെയാണ് വ്യാഴാഴ്ച, ഇന്ത്യൻ സമയം 11 മണി മുതൽ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ആഗ്രഹിക്കുന്നവരും സാഹചര്യമുള്ളവരും ഒക്കെ അതിൽ പങ്കുചേരുക. അതിന്റെ ലിങ്ക് സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും, എങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നമ്മൾ എല്ലാ ദിവസവും സൂം പ്രയർ ഉപയോഗിക്കുന്ന അതേ ലിങ്ക് തന്നെയാണ് അന്യഭാഷാ പ്രാർത്ഥനയ്ക്കും. രാവിലെ ഇന്ത്യൻ സമയം 11 മണിക്കാണ്. അതിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്തോ ഒരു സംശയം ചോദിച്ചോട്ടെ ബ്രദറെ? പറഞ്ഞു സിസ്റ്ററെ.
അതെ, ഞാന് CSC പള്ളിയിലാണ് പോകുന്നത്. അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഞാൻ അല്ലാതെ ഒരു പ്രാർത്ഥനാലയത്തിലും പോകുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ മുങ്ങി സ്നാനം എടുക്കുകയും അവിടെ മാസത്തിലൊരിക്കൽ അവര് തിരുവത്തായ ശുശ്രൂഷ നൽകൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ CSC പള്ളിയിലുള്ള തിരുവത്തായ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? CSA ഞാൻ അറിഞ്ഞിടത്തോളം സിസ്റ്ററെ അവിടെ കുഴപ്പമില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, തിരുവത്താഴ ശുശ്രൂഷ കർത്താവ് എപ്പോഴും ആ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ അകത്ത് പൗലോസ്ലീഹ പറയുന്നത് പോലെയാണോ നമ്മൾ പോകുന്ന സഭയിൽ അവർ കർത്തൃമേശ കൊടുക്കുന്നതെന്ന് പരിശോധിക്കുക. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ആ വചനം മുഴുവൻ നോക്കുക. അത് മാത്രമല്ല, നമ്മൾ പോകുന്ന സഭയിൽ ഏക സത്യവിശ്വാസത്തിലാണോ നോക്കണം, അവർ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരാണോ, നമ്മൾ 10 കൽപ്പനയ്ക്കകത്ത് ഞാനല്ലാതെ അന്യ നമ്മൾക്കറിയാമല്ലോ കൽപ്പനകൾ, ആ കൽപ്പന പ്രകാരം മൂവ് ചെയ്യുന്നവരാണോ നോക്കണം. വിഗ്രഹാരാധനകൾ ഞാൻ പറഞ്ഞല്ലോ, വചനപ്രകാരം പരിശോധിക്കുക. അങ്ങനെയുള്ള സഭകളിൽ പങ്കുചേരുന്നതിൽ തെറ്റില്ല കേട്ടോ. തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എപ്പോഴും നോക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് പോകുവാൻ പരിശുദ്ധാത്മാവെ ആത്മാവിൽ നിറഞ്ഞ് മൂവ് ചെയ്യുന്ന നല്ലൊരു സഭയിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ആത്മനിറവിൽ ആരാധിക്കുന്ന സഭകൾ വേണം. ഞാൻ ഒരു സഭയെ വിമർശിക്കുമല്ല. അതുകൊണ്ട് ഞാനിത് എന്തുകൊണ്ടാണ് സൂക്ഷിച്ച് പറയാൻ കാരണം, മറ്റൊരു വ്യക്തിയോ ഒരു സഭയോ നമ്മൾ നിമിത്തം മുറിവേക്കരുത്. പക്ഷെ എപ്പോഴും നിങ്ങൾക്കൊരു ആത്മീക വർധനവ്, നിങ്ങൾ ഏത് സഭയിൽ പ്രാർത്ഥിക്കണം, പോകുന്നിടത്ത് കർത്താവ് എനിക്കൊരു ആത്മീക വർധനമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദറെ ഒരു ആലോചന അതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഷാലത്ത് എന്നൊരു മകള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് വരുന്നുണ്ടെന്ന്. എന്റെ മോൻ ആലോചിച്ച മകളായിരുന്നു ഷാലറ്റ്. എന്റെ മോന്റെ വിവാഹം ഈ ഫെബ്രുവരി 14-ാം തീയതി യേശു അത്ഭുതകരമായി സന്തോഷത്തോടെ നടത്തി തന്നു. വളരെ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പൊ മോൻ നാട്ടിലുണ്ട്. ഇപ്പം മാനസികമായിട്ടൊക്കെ പ്രയാസമുണ്ട്, സാമ്പത്തികത്തിന്റെ കുടുക്ക് കാരണം. അപ്പൊ അത് ഇന്ന് ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം വലിയ അത്ഭുതം ചെയ്തു. എല്ലാവരും അതിശയകരമായ രീതിയിൽ കർത്താവ് കുഞ്ഞിന്റെ വിവാഹം നടത്തി തന്നു. പ്രാർത്ഥിച്ച ബ്രദറിന് ഒത്തിരി നന്ദി. ദൈവത്തിന്റെ മഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി കർത്താവ്. സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആ മകളുടെ പേര് വെളിപ്പെടുത്തി വിവാഹം നടക്കാൻ പോകുന്ന പയ്യനായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ആ പേര് വെളിപ്പെടുത്തി തടസ്സങ്ങൾ ദൈവം മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് സഹോദരി ഏറ്റെടുത്തു. എല്ലാ രീതിയിൽ തന്നെ കർത്താവ് അത് അനുഗ്രഹമാക്കി നടത്തി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് സാക്ഷ്യമാക്കി തീരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ബ്രദർ പറഞ്ഞില്ലായിരുന്നോ കൈവച്ച് രോഗസൗഖ്യം എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? അന്നേരം ഞാൻ എന്റെ ഇടത് സൈഡില് താഴെയാണെങ്കിൽ ഒരു എന്തൊരു ചെറിയൊരു വേദന പോലെ ഉണ്ടായിരുന്നു. അന്നേരം വേദന ഇത് പോലെ അന്നേരം ഉടനെ തന്നെ ഈ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ ആ വേദന പോലുള്ള അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉരുണ്ട് താഴോട്ട് പോകുന്നോട് പോയി. ഇല്ലിപ്പ വേദന മാറി. ഇല്ല, അന്നേരം മാറി. യേശുവിന്റെ രോഗസൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. എന്തോ ബ്രദർ ബ്രദർ എനിക്കൊരു ചെറിയ സാക്ഷ്യമുണ്ട്. ചെറുതല്ല, നല്ലതായിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ഹല്ലേലൂയ സ്തോത്രം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ നടക്കാറുണ്ട് ബ്രദർ. അവിടെ അടുത്ത് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വലിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചു, വെട്ടി തിളച്ചു അതൊന്ന്. അപ്പൊ എന്റെ ഫാദറിന് ഫ്ലാസ്കിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കണം. അപ്പൊ ഞാൻ അതെല്ലാം ഒഴിച്ചു വെച്ചിട്ട് വെള്ളം എടുത്ത് ഞാൻ സ്ലാബില് വെച്ചത് തിളച്ച വെള്ളം കംപ്ലീറ്റ് ആ സ്ലാബിലോട്ട് അങ്ങ് ചരിഞ്ഞു. അത്രയും ചരിഞ്ഞ് തറയിലും വീണു. അതെന്റെ പുറത്തോട്ട്. പക്ഷെ ആ സമയത്ത് ഒരു തുള്ളി പോലും എന്റെ പുറത്ത് വീണില്ല. എന്റെ പുറത്തൊന്നും വീണില്ല, കയ്യിൽ പോലും വീണില്ല ബ്രദർ. എല്ലാം സ്ലാബിലോട്ട് എന്നെ ചരിഞ്ഞങ്ങ് വെട്ടിത്തിളച്ച് വെള്ളമായിരുന്നു. പുറത്തോട്ട് വീണിരുന്നെങ്കിൽ അപ്പോഴും തന്നെ. പക്ഷെ അതെല്ലാം ദൈവം ആ സമയത്ത് എന്നെ കരുതി. അത്രമാത്രം കർത്താവിനെ കരുതി. ദൈവത്തിന് മഹത്വം. അതിന് സാക്ഷിയായിട്ട് നന്ദി കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഇന്ന് അനർത്ഥമാകേണ്ട സ്ഥാനത്ത് ദൈവം അത്ഭുതമാക്കി മാറ്റി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കും. പറഞ്ഞു. ഹലോ ബ്രദർ, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ലെഫ്റ്റ് സൈഡ് നെഞ്ച് വേദനയായിരുന്നു.
ക്രിസ്റ്റിന്റെ മോൾ ഫാദർ. അപ്പൊ ഞാൻ ഭയങ്കര വിഷമായിട്ട്, യേശപ്പ എന്ത് രോഗമായാലും എന്റെ യേശുവിനെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നടന്ന്. ഇപ്പൊ ബ്രദർ വൈകുന്നേരം ഇപ്പോഴത്തെ പ്രാർത്ഥന തുടങ്ങിയ നേരം മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കർത്താവിന്റെ മുമ്പിൽ സാക്ഷി പറയണം. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് കാല് നല്ല വേദനയായിരുന്നു. ഇന്നലെ കാലുവേദനയും മാറി, എന്റെ യേശുപ്പ എനിക്ക് നെഞ്ചുവേദനയും മാറ്റി തന്ന്. ഓ യേശുവേ, നന്ദി കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക്. നെഞ്ചുവേദന ഉണ്ടായിരുന്നു, കാലുവേദന ഉണ്ടായിരുന്നത് പൂർണ്ണ സൗഖ്യമായല്ലേ? പൂർണ്ണ സൗഖ്യമായി. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന് അധികാരമുള്ള നാട്ടിൽ തന്നെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? എന്തോ പറഞ്ഞു. ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയില് ഞാനിങ്ങനെ എന്റെ നടുവിന് നല്ല വേദനയാ. 4 വർഷത്തിന് മുമ്പേ നല്ല വേദനയായിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ബെൽറ്റ് ഒക്കെ കെട്ടി കുറച്ച് സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് വീണ്ടും ഭയങ്കരമായിട്ട് വേദന കൂടി. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഈ 2-3 ദിവസം ഭയങ്കര വേദന. ബെൽറ്റ് കെട്ടുമ്പോഴും കുത്തിപ്പറിക്കുന്ന വേദനയായിരുന്നു. ഇന്നലെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പം ബെൽറ്റ് ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല, ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരുന്നത്. പക്ഷെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ബെൽറ്റ് എടുത്ത് മാറ്റിയെന്നിങ്ങനെ മനസ്സിൽ തോന്നി. പെട്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ ആ ബെൽറ്റ് ഊരി മാറ്റി. അതിനുശേഷം ഇന്ന് ഇതുവരെ ഞാൻ ബെൽറ്റ് കെട്ടിയില്ല. പക്ഷെ എനിക്ക് ഇതുവരെ പിന്നെ നടുവിന് വേദന ഉണ്ടായില്ല. ഇന്ന് ഞാനാണെങ്കിൽ കുറെ ജോലികൾ ചെയ്തു, എന്റെ വീട്ടിൽ തുടയ്ക്കുകയൊക്കെ ചെയ്തു. അന്നേരം ഒന്നും ഞാൻ ബെൽറ്റ് കെട്ടിയില്ല. ഇത് വലിയൊരു അത്ഭുതമാണ്. ഉണ്ടായില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 4 വർഷം കൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് 2 വർഷം കൊണ്ട് വലുതായിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകും, അങ്ങനെയായിരുന്നു. എന്നാലും ബെൽറ്റ് ഇടുന്നായിരുന്നു. ബെൽറ്റ് ഇപ്പൊ ഈ 2 മാസം കൊണ്ട് നല്ലതായിട്ട് ഇടുന്നുണ്ടായിരുന്നു. 2 മാസം കൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇപ്പം ഇന്നലെ മുതൽ ഇതേവരെ ഞാൻ ബെൽറ്റ് കെട്ടിയില്ല. കർത്താവിന്റെ അത്ഭുതം. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി, 4 വർഷം മുമ്പ് തുടങ്ങിയ വേദനയാണ്. 2 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു, അതിനുശേഷം കുറവ് വന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ അതികഠിനമായ വേദന വർദ്ധിച്ച് ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കകത്ത് കയറിയത്. അതികഠിനമായ വേദനയായിരുന്നു. ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു തൊട്ടു. സഹോദരി പറഞ്ഞു ഇപ്പൊ ബെൽറ്റ് ഇല്ലാതെ ബെൽറ്റ് ഊരി, ഇപ്പൊ വേദനയില്ല, ജോലി ചെയ്തു, വേദനയില്ല, നടന്നു നോക്കി, വേദനയില്ല, പൂർണ്ണ സൗഖ്യം ഉണ്ടായല്ലേ സിസ്റ്ററെ? ആമേൻ, യേശുവിന്റെ നാമം. ഇതൊക്കെ സാക്ഷ്യം നേരിട്ട് വരും പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. എനിക്കൊരു സൗഖ്യം പറയാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു. 1.5 വർഷമായിട്ട് ഞാൻ ഈ ബ്രദറിന്റെ ഈ സുശേഷ പ്രസംഗം കേട്ടോണ്ടിരിക്കുവായിരുന്നു. അത് വലിയ സാക്ഷിയായി കർത്താവ് എനിക്ക് ഒരു അത്ഭുതം ചെയ്തു. ഞാൻ 18 വർഷമായിട്ട് ഇൻഹേലർ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അത് ഈ ബ്രദർ ഈ അവസാന പ്രാർത്ഥനയിലെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാനും കർത്താവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് ഞാനത് വിശ്വസിച്ച് പറഞ്ഞു. ഇപ്പോൾ 6 മാസമായി എനിക്ക് ഈ ഇൻഹേലർ എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്ന് വരെ എനിക്ക് പലപ്പോഴും ഇടയ്ക്കൊക്കെ ചുമയും പനികളൊക്കെ വരും. അതൊന്നും ഒത്തിരി എനിക്ക് രോഗത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാലിന് സൗഖ്യം, ഇത് ഞാൻ മുട്ടുവേദനയായിരുന്നു ബ്രദറെ. ആ മുട്ടുവേദനയും എനിക്ക് മാറ്റി തന്നു. ഒത്തിരി സമാധാനം സന്തോഷവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് തന്നു. പിന്നെ അതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബ്രദറെ. എനിക്ക് നവംബർ 8-ാം തീയതി ബ്രദർ എന്നോട് ദൈവത്തിന്റെ ഒരു ആലോചന പറഞ്ഞു. എനിക്ക് തോമസിന്റെ മകളെ ബിന്ദുവിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട്, അതെനിക്ക് എന്നെ ഫലമുള്ളവളാക്കി മാറ്റുന്ന പാരമ്പര്യത്തിന്റെ ശക്തിയിൽ നിന്നൊക്കെ വിടിവിച്ച് കർത്താവ് ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിൽ എന്നെ ആക്കുന്ന, അതിൽ കൂടി വരുന്ന ഞങ്ങളുടെ നന്മകളെ മുടക്കി കളയുന്ന ഒരു അവസ്ഥയെപ്പറ്റി ബ്രദർ പറയുകയുണ്ടായി. അത് ഞങ്ങളൊരു വീട് 5-6 വർഷമായിട്ട് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അത് വിൽക്കാതെ അടുത്ത് വരും, അത് മാറി മാറി പോകുന്നൊരവസ്ഥയായിരുന്നു. ദൈവം അത്ഭുതകരമായി ഞങ്ങൾക്കത് വിറ്റുമാറുവാൻ ദൈവം സഹായിച്ചു. അതിൽ കൂടെ ഞങ്ങൾ വീണ്ടും കുറച്ച് സ്ഥലം എടുത്തു. ഞങ്ങൾക്ക് ഇനി അടുത്ത ആഴ്ച തൊട്ട് വീട് പണി ആഗ്രഹിക്കുന്നു. അതും എൻ്റെ കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. അതുപോലെ തന്നെ എൻ്റെ മകനാണ് ലിതിനും റീത്തും UK-യിലുള്ളത്. അവർ ബ്രദറിനോട് പറഞ്ഞല്ലോ. ഞങ്ങളെ അതിനുശേഷം പിന്നെ പറഞ്ഞായിരുന്നു ഉടനെ ഒരു യാത്ര കർത്താവ് തരുന്നതായിട്ട്. ഞങ്ങൾക്ക് ഏപ്രിൽ ആദ്യമായിട്ട് അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിന്ന് ബ്രദറിനെ കാണുമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും, എനിക്ക് ഹസ്ബൻഡ്, ഞങ്ങൾ 2 പേരും കൂടാണ് വരാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് എല്ലാ കാര്യത്തിലും വീട് പണിയും ഞങ്ങളുടെ യാത്രയെല്ലാം അനുഗ്രഹമാക്കാൻ പ്രാർത്ഥിക്കണം.
ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പ്രിയ കർത്താവ് സൗകര്യം പറഞ്ഞ പോലെ തന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരാൾ നമുക്ക് ഇതൊക്കെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് തൊട്ടാൽ പിന്നെ അവിടെ സ്റ്റോപ്പായി. ഇന്ന് തമ്പുരാൻ വിടുവിച്ചു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ്. മാത്രമല്ല, മുട്ടിന് വേദന ഉണ്ടായിരുന്ന ആളുകളായിട്ട് അതും കർത്താവ് സുഖം കൊടുത്ത് തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. പാസ്റ്ററെ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ പേര് അജി എന്നാണ്. ഞാനൊരു പ്രെയർ റിക്വസ്റ്റ് ആണ് പറയാനുള്ളത് പാസ്റ്ററിനോട്. പിന്നെ എന്റെ ഹസ്ബൻഡുമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്. ഒരു സെക്കൻഡ് സിസ്റ്റർ, പ്രെയർ റിക്വസ്റ്റുകൾ നമ്മൾ ഇപ്പൊ കാണുന്ന പ്രെയർ ലൈൻ നമ്പർ ഉണ്ട്, അതിലേക്ക് അയക്കണേ. കാരണം ഈ സമയത്ത് നമ്മൾ പ്രെയർ റിക്വസ്റ്റിന്റെ സമയമല്ല, സാക്ഷ്യത്തിന്റെ സമയം ആയതുകൊണ്ടാണ്. ഈ ഇവിടെ സ്ക്രീനിൽ ഇപ്പൊ കാണാൻ പറ്റും. നമുക്ക് ആ നമ്പർ, അതിലേക്ക് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കുക. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ നിന്ന് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് സമയപരിമിതിയുണ്ട്. ഈ കാണുന്ന പ്രെയർ ലൈൻ നമ്പറുകളിലേക്ക് നിങ്ങൾ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ അതിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ കേട്ടോ. കർത്താവ് അത്ഭുതമാക്കി മാറ്റി. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് ഈ നെർവ് സർജറി കഴിഞ്ഞ കാരണം ഈ നെർവ് ഹിപ്പിന്റെ അവിടെ വന്ന് കൂടിയിട്ട് മരണകരമായ വേദനയായിരുന്നു. അപ്പൊ ഈ പിടിച്ചു നിർത്തുമ്പോ എനിക്ക് എന്റെ കാല് ഒരു മുക്കാൽ പോലെ കാല് നിലത്ത് കുത്താൻ പറ്റാത്തതിൽ ഈ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാ പോകാറ്. നിൽക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൂടെ അതൊരു എഫക്റ്റിലേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ചന് മുന്നേ ഞാൻ പറഞ്ഞു, കൈവച്ചിട്ട് അവിടെ തന്നെ ഞാൻ നിരന്തരമായിട്ട് ബ്രദറിന്റെ കയറുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പറഞ്ഞു യേശുവിന്റെ അടിപ്പിണയിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ അപ്പൊ തൊട്ട് പിന്നെ ഞാൻ കണ്ടത് നമ്മൾക്കൊരു ഇഷ്ടിക അടക്കി വെച്ച് ഇങ്ങനെ കെട്ടിപ്പണിയില്ലേ, ഒരു ഇടിഞ്ഞു പോയ വീടിനെ, അതേപോലെ ഒരു ഫീലിംഗ് അവിടെ വരും. എന്നിട്ടിപ്പോ ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ശരിക്ക് ഒരു വടിയൊക്കെ വെച്ച് കെട്ടി ബാൻഡേജ് ചുറ്റിയ പോലെ ആരും അങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിർത്തിയിരിക്കാം. അപ്പൊ ഞാൻ ഒരാഴ്ചയായിട്ട് ഇപ്പൊ ജനല പിടിച്ച് നിർത്തിയപ്പോ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കാല് താഴെ പതിഞ്ഞുണ്ട്. അങ്ങനെ ഒരാഴ്ച ഇപ്പോ ഇത് കണ്ടു തുടങ്ങിയിട്ട് ഇതുവരെ വേറെ മാറ്റം അതിന് വന്നിട്ടില്ല. ഇഷ്ടിക വെച്ച് പൊക്കിയ പോലെ നിർത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു സാക്ഷിയാണ്. ഷീല സിസ്റ്റർ എനിക്ക് തോന്നുന്നു നടക്കാൻ കഴിയാതെ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഞാൻ നേരിട്ട് സിസ്റ്ററെ കണ്ടിട്ടുണ്ട്. സൗരി പറഞ്ഞത് ഇത്രയും നാള് സിസ്റ്റർ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, കാലുറച്ചല്ലേ? ഒരു ഭാഗം ഇങ്ങനെ ഹിപ്പിന്റെ അവിടെ നെർവിന് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ ചാഞ്ഞ്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ ഇപ്പൊ ഈ ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അയ്യോ, കർത്താവിന്റെ സൗഖ്യം ആരംഭിച്ചു കേട്ടോ. ഇത്രയും നാളും സഹോദരി വീൽ ചെയറിലായിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് കാലിലും തളർച്ച സംഭവിച്ചതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്നൊരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായി. ഇപ്പൊ സഹോദരി പറഞ്ഞിരിക്കുന്നത് പിടിച്ചു നിൽക്കുമ്പോ ബലം കിട്ടുന്നുണ്ട്, ഒരു ഉറപ്പ് കാലിന്റെ അവിടെ കിട്ടുന്നു. ഒരു സൈഡ് ആ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. സിസ്റ്ററെ കൂടുതൽ അങ്ങോട്ട് കേട്ടതിൽ ജ്വലിപ്പിച്ചോണം, വിട്ടുകൊടുക്കരുത്. ഞാൻ ഓടും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 3-ാം വാക്യം ദരിദ്ര വായിക്കണേ. ആ മുടന്തൻ ദൈവത്തെ തുള്ളിയും ചാടിയും ആരാധിച്ചതുപോലെ ഞാൻ തുള്ളിയും ചാടിയും ദൈവത്തെ ഇത് വിളിച്ചു പറഞ്ഞോണം. അവിടെ ബൈബിൾ പറയുന്നു, ഈ മനുഷ്യൻ ബലം പ്രാപിച്ചു എന്ന് പത്രോസ് ലീഗ പറഞ്ഞു. കണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ബലം പ്രാപിക്കാൻ വേണ്ടി പോവാ. പറഞ്ഞുകൊണ്ടിരുന്നോണേ, സംശയിക്കണ്ട, പറഞ്ഞുകൊണ്ടിരുന്നോണം. ഇതെന്റെ തുടക്കമാണ്, ഇത് ഞാൻ നടക്കാൻ വേണ്ടി പോകും. പക്ഷെ പാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ വേദനയൊക്കെ ഇങ്ങനെ വചനം പറഞ്ഞു അങ്ങനെ ഒരുവിധം നല്ലോണം എനിക്ക് കൺട്രോളിങ് ആയി. പക്ഷെ പിന്നീട് പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞ അന്യഭാഷ പറഞ്ഞാൽ മതി, നിങ്ങൾ വചനം പറയാം. അപ്പൊ ഞാൻ അന്യഭാഷയിലേക്ക് പോയി, വചനം പറയാണ്ടായി. ഞാൻ പറഞ്ഞത് അന്യഭാഷയും വചനവും ചേർത്ത് പറയണം. ഇപ്പൊ പറഞ്ഞു, ഇന്നലെ കേട്ടത് ഞാൻ. അപ്പൊ ഞാൻ ഈ വേദന വീണ്ടും ബുദ്ധി തുടങ്ങി. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ വീണ്ടും പറയാൻ തുടങ്ങി വചനം. ഇത് അന്യഭാഷയും കൂടി ഇന്നലെ തൊട്ട് പറയാൻ. അന്യഭാഷയും വചനം കൂടെ മിക്സ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പറയണം കേട്ടോ. കർത്താവ് നടത്തും, തുള്ളിയും ചാടിയും യേശുവിനെ ആരാധിക്കും കേട്ടോ. അത് തന്നെ പിടിച്ചോണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. തൃശ്ശൂർ വരുമ്പോൾ നമ്മൾ അത്ഭുതമായിട്ട് നടന്നു വന്ന് കാണും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറഞ്ഞു.
എനിക്ക് നരമ്പിന് കംപ്ലൈന്റ് ഉള്ളതാണ്. സ്പർശനശേഷി കാലിന് ഭൂമിയിൽ ചവിട്ടിയാൽ അറിയത്തില്ല. എന്റെ തലയ്ക്കകത്ത് ഈ ഒരാഴ്ചയായിട്ട് ഒരു വേദനയാ, ഞരമ്പെല്ലാം പിടയ്ക്കുന്ന മാതിരി തോന്നി. എനിക്കിപ്പോ തലയ്ക്കകത്ത് തലവേദനയും ഇതിനകത്ത് ഇരുട്ട് കയറുന്ന മാതിരിയും തലയും കറങ്ങും. എനിക്ക് എഴുന്നേറ്റ് സ്വന്തമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കാൻ പറ്റിയാലായിരുന്നു. ഞാൻ ഇന്ന് എനിക്കത് ദൈവമേ മാറ്റണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോ പൂർണ്ണമായിട്ടും എന്റെ കണ്ണിനും ഈ തലയ്ക്കുമുള്ള ആ പെരുപ്പും ആ അസ്വസ്ഥതയും മാറി. ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്? കാലിന് പിന്നെ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അതിന് കുറവുണ്ടെന്നാലും ആ മരപ്പിന് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല കാലിന്റെ പാദത്തിന്റെ. എന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് 2 സൗഖ്യം തന്നെങ്കിൽ ആ മൂന്നാമത് നിൽക്കുന്ന രോഗത്തോടും പറയണം, ഈ 2 സൗഖ്യവും ചെയ്ത് യേശു എന്റെ കാലേലും ഇന്ന് സൗഖ്യമാക്കും കേട്ടോ. അത് വലിയൊരു സാക്ഷ്യമാണ്. ഇന്ന് തലയ്ക്കകത്തുണ്ടായിരുന്നതും ശരീരത്തിലുണ്ടായിരുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യേശു സൗഖ്യമാക്കി. അതേ സൗഖ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ കൽപ്പിച്ചോണം, എന്റെ കാലിനോട് ഞാൻ കൽപ്പിക്കുന്നു സൗഖ്യമാകുക എന്ന് പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് തൊട്ടതിന് നന്ദി. എപ്പോഴും ഓർത്തോണം, കർത്താവിന്റെ പ്രവൃത്തി എന്റെ ആരോഗ്യമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു സിസ്റ്ററെ, ഹലോ പറഞ്ഞു. ബ്രദറെ, അതെ, എനിക്ക് 495 ഷുഗർ ഉണ്ടായിരുന്നു. 3 ദിവസം മുന്നേ ഞാന് പ്രാർത്ഥിച്ച് ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തപ്പോ അത് 164ലേക്ക് പെട്ടെന്ന് കുറഞ്ഞു. വലിയ എനിക്കതിൽ ഭയങ്കര സന്തോഷം. ഓ സിസ്റ്ററെ, തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ അത് സൗഖ്യങ്ങൾ നടക്കുന്നവർ ശ്രദ്ധിച്ചോണം, കൽപ്പിച്ചോണേ. കർത്താവ്, ഞാൻ ഇനി അടുത്ത ടെസ്റ്റിന്റെ അകത്ത് ഇത് നോർമലായി നിൽക്കും. പുതിയ ഇൻസുലിൻ സിസ്റ്റം എന്റെ ശരീരത്തിൽ ഉണ്ടായി വരുന്നു. പുതിയ കർത്താവ് ഏതൊക്കെ അവയവമാണത്, പാൻക്രിയാസ് ഒക്കെ എനിക്ക് പുതിയത് എന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞോണം. അങ്ങനെ എന്റെ ശരീരത്തിൽ നോർമലി തന്നെ നിൽക്കും. എന്റെ ജീവിതകാലം മുഴുവനും ഷുഗർ നോർമലായി നിൽക്കുന്നതന്നെ പറഞ്ഞോണം കേട്ടോ. ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ. പിന്നെ 12-ാം തീയതി ഒരു ആലോചന പറഞ്ഞിരുന്നു. മകളെ കുറിച്ചായിരുന്നു. മകളുടെ ഭാവിയെ അടച്ചു വെച്ചിരിക്കുന്നത് തമ്പുരാൻ തുറക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ അവളെ ആ കുടുംബം മുഴുവനും വേലി കെട്ടി നിർത്തിയതുപോലെ ആയിരുന്നു. ആ വേലിയില മാറ്റി അത് അവൾക്കൊരു അനുഗ്രഹം ഉണ്ടാവാനായിട്ട് അവൾക്ക് അവിടെ ഭാവിയെ തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആലോചന പറഞ്ഞിരുന്നു. അതിൽ അവൾക്ക് ഇന്ന് പിന്നെ 2-3 പ്രാവശ്യമായി അവള് ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റ് എഴുതിയിരുന്നു. അപ്പം ഇന്ന് ഉണ്ടായിരുന്നു. അപ്പം അവൾ അതിന് പാസ്സായി, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ബ്രദറിന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാനൊന്നും ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിലായിരുന്നു. അവളെ അതിനൊന്നും അനുവദിക്കത്തില്ലായിരുന്നു, അതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാനിവിടെ അങ്ങനെ ഒരു സൗകര്യം വരുമ്പോഴത്തേക്ക് മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രദറിന്റെ പ്രാർത്ഥന കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അവള് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ബ്രദർ ഇവിടെ ഈ നാട്ടിലേക്ക് വരുന്ന സമയമായപ്പോ അവൾക്ക് ലീവ് കിട്ടി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ സാധിക്കണം. തീർച്ചയായിട്ടും കർത്താവ് എന്ന് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. ഇനിയും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് നിറയ്ക്കേണ്ടത് തരും കേട്ടോ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു ബ്രദറെ. എന്റെ നാക്കിനടിയില് മൗത്ത് അൾസർ പോലെ വന്ന് പഴുത്ത് ഞാൻ സാക്ഷ്യം പറയാം, സൗഖ്യമാവട്ടെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് സൗഖ്യമായി. സാക്ഷ്യമുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. പറഞ്ഞ പോലെ തന്നെ അൾസറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാവിന്റെ അടിയിൽ. ഇന്ന് കർത്താവ് തൊട്ടു. ദൈവം അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും പറഞ്ഞു? എന്തോ പറഞ്ഞു? ഞാൻ ഒരു 6 മാസമായിട്ടുണ്ട് ഈ മീറ്റിംഗിൽ കയറിയിട്ട്. അപ്പൊ ഞാൻ ഇതിന് മുമ്പാണെങ്കിൽ രാത്രി ഒരു കാരണവും ഇല്ല, രാത്രി ഉറങ്ങാൻ കിടന്ന ഒരു പേടിച്ചിട്ട് ഹാർട്ട് ബീറ്റ് കൂടി നെഞ്ചരിച്ചിലെല്ലാം വന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ചിലപ്പോ ഒന്നും വേണ്ട, ചിലപ്പോ ചെറിയ കാരണം മതി. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ പ്രയർ കയറി തുടങ്ങിയ പിന്നെ എനിക്ക് എന്ത് വലിയ മല പോലത്തെ പ്രശ്നം വന്നാലും ഭയമില്ല. എനിക്ക് വളരെ സമാധാനവും
അതുപോലെ വചനം പറഞ്ഞിട്ടുള്ള ആ ഒരു റിക്കവറിയാണ്. നമുക്ക് ആ ഒരു ബലം ഉണ്ടല്ലോ, അതിപ്പോ നല്ല ഒരു സമാധാനമാണ്. എന്ത് പ്രശ്നം വന്നാലും ഭയമില്ല. അത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ജനുവരി 19 പാസ്റ്റർ എൻ്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ്സിബായുടെ ഭവനത്തില് ഒരു വിടുതൽ നടക്കും. ഒരു കാനാലിലേക്ക് ഈ ചെങ്കടലിനെ കീറി അപ്പുറത്തോട്ട് കിടക്കുന്ന ഒരു പ്രൊഫസി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ മിറക്കലിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് മിറക്കളാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ഇന്ന് കേട്ടതുപോലെ തന്നെ ദൈവം അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ അത് മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തും കണ്ണൂരും ഒക്കെയുള്ള സഹോദരങ്ങളെ ചില ആൾക്കാർ സഹോദരങ്ങൾ സംസാരിച്ചായിരുന്നു. ചിലർക്ക് നോട്ടീസ്, പ്രാർത്ഥനയുടെ നോട്ടീസുകൾ ആളുകളിലേക്ക് അത് ഒത്തുചേരുന്നുണ്ട്. അപ്പം അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ, അതൊരു ശുശ്രൂഷ തന്നെയാണ്. നമ്മളൊരു സുവിശേഷം മറ്റൊരു വ്യക്തിയെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ സഹോദരങ്ങളുടെ കൂടെ പോവുക. അനേക വീടുകളിൽ, അനേക ഭവനങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ കൊടുക്കുക. മീറ്റിംഗ് ഇൻവിറ്റേഷനാണത്. ആ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരുവാൻ ഇൻവിറ്റേഷനാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർ ഒത്തുചേരുക. അതൊരു ശുശ്രൂഷ തന്നെയാണ്. അതൊരു നമ്മളെന്താ പറയുക, നമ്മളൊരു ഫോർമാലിറ്റി അല്ല, അതൊരു ശുശ്രൂഷയാണ്. അത് ആഗ്രഹിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നു, ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെട്ട് ദൈവസന്നിധിയിൽ പോകാം. ഇന്ന് എൻ്റെ കൂടെ, ഇന്ന് ലൈവിലും എല്ലാം ഇന്ന് ജോയിൻ ചെയ്തവരൊക്കെ നന്ദി പറയുന്നു. ഇതിന് ശേഷം പിന്നീട് കാണുന്നവരുമുണ്ട്, പല ജോലിത്തിരക്കിലുള്ളവരുമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർമാനമായിട്ട് നാളെ അന്യഭാഷാ പ്രാർത്ഥന രാവിലെ മുതൽ നടക്കുന്നു.